സ്റ്റീഫൻ ഡേവിസിയെ ഇവിടെ ഈ പരിപാടിയുടെ ഓപ്പണിംഗ് ആക്ടായി കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു സംതിങ് ബിഗ് ഈസ് കമ്മിങ്. നല്ലൊരു ഐഡിയ ആവാം. നേരത്തെ കേട്ടില്ല, കേൾക്കാൻ പറ്റാത്ത കാരണം ഞാൻ പറയാം. ആദ്യത്തെ 3 റോയിലെ ആൾക്കാരെ നീ കണ്ടു, പിന്നെ ഒരു മതിലല്ലേ കണ്ടത്? നമ്മളുടെ ഓൺലൈൻ ആൻഡ് മീഡിയ ചേട്ടന്മാരുടെ ഒരു മതിൽ. അവരുടെ പുറകിലേക്കും കുറെ പേരുണ്ട്. ഇവരെ കാണാൻ പറ്റുന്നില്ല, അവർക്ക് ഞങ്ങളെയും കാണാൻ പറ്റുന്നില്ല. അവർക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് അറിയാലോ? നിങ്ങളുടെ പുറകുകളാണ്. വെരി ബ്യൂട്ടിഫുൾ ബിഹൈൻഡ്സ്. പക്ഷേ ഞങ്ങളുടെ മുഖം കുറച്ചുകൂടെ നല്ലല്ലേ? കുറച്ച് ഗ്യാപ്പ് അവിടെ പുറകിലിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വന്ന് നമ്മുടെ ഗസ്റ്റ് ആൻഡ് സ്റ്റീഫ എന്താ ചെയ്യും? ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്താണ് സ്റ്റീഫൻ ചെയ്യാറ്? മിണ്ടാണ്ടിരിക്കാം. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് സുനീഷെ. പക്ഷേ പറ്റുമെങ്കിൽ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് താന്നൊക്കെ കൊടുത്താൽ അവർക്ക് ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവും. പ്ലീസ് ട്രൈ ആൻഡ് ഫിഗർ ഔട്ട് വാട്ട് യു കൻ ഡു അബൌട്ട് ഇറ്റ്. എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്റ്റീഫൻ വാട്ട്സ് ഹാപ്പനിങ്? അടിച്ചു പൊളിച്ചല്ലോ. നമുക്ക് ഇവിടെ നിന്നാണ് അവിടെ നിന്നൊന്ന് എല്ലാവരും ഇത്രയും സ്നേഹം നൽകുന്ന സിദ്ദിഖ നമസ്കാരം, ശ്രീകണ്ഠൻ സാർ നമസ്കാരം, മമത വാസ് സോ ഹാപ്പി ടു മീറ്റ് യു. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ലിസ്റ്റിൽ ഇത്ര പേരെ എനിക്കറിയുള്ളൂ. ബാക്കി എല്ലാവരെയും നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ട് ആരാധന കുടുംബം. ഞാൻ ഇന്നലെ വളവ് കണ്ടു, സുമതി വളവ്. പിന്നെ ഇദ്ദേഹത്തിന് എനിക്കറിയാം, വി ഹാവ് മെറ്റ് കപ്പിൾ ഓഫ് ടൈംസ്. അപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രഗത്ഭരായ എല്ലാ വ്യക്തികൾക്കും, രഞ്ജിനിക്കും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ പേഴ്സണാലിറ്റീസിനും, മീഡിയ ടീമിനും, അവിടെ പുറകിലിരിക്കുന്ന എല്ലാ കൊച്ചിയിലെ എല്ലാ ഓർഗനൈസേഷൻസിനും, ആമിർ ഗുഡ് ഈവനിങ് ആൻഡ് താങ്ക് യു ആൻഡ് വെൽക്കം, കൺഗ്രാറ്റുലേഷൻസ്. വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വന്ദനം. സ്റ്റീഫൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസമാണ് സ്റ്റീഫനോട് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റീഫൻ വരുമ്പോൾ നമുക്കറിയാം യൂഷ്വലി വലിയ വലിയ അവാർഡ് ഫംഗ്ഷൻസ്, കോർപ്പറേറ്റ് ഇവന്റ്സ്, ബിഗ് വെഡിങ്സിനൊക്കെ ഓപ്പണിംഗ് ആക്ടായി വന്ന് തകർക്കുന്നത് വലിയ വെന്യൂസിലാണ്. ഇന്ന് വളരെ ചെറിയ കൺഫൈൻഡ് ആയിട്ടുള്ള വെന്യൂ ആണെങ്കിൽ പോലും എനിക്ക് എന്റെ അനുഭവത്തിൽ രഞ്ജിനി ആദ്യമായിട്ടാണ് ഞാനൊരു മൂവി ലോഞ്ച് കണ്ടോ, ആദ്യമായിട്ടാണ്. അതിനൊരു സ്പെഷ്യൽ കൈയടി. താങ്ക് യു ആമിർ ഫോർ ബ്രിങ്ങിങ് മീ. അപ്പോൾ രഞ്ജിനി പിന്നെ ഒരു 500 ഷോ ഇതേപോലെ ചെയ്തിട്ടുണ്ട്, ഇതേപോലത്തെ. അല്ല, ദിസ് ഇസ് നമ്മുടെ ജോലിയാണ്. എന്നാൽ പോലും മലയാള സിനിമയിൽ ഒരു പുതിയ കാര്യം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി നമ്മൾക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ട്രസ്റ്റ് മീ, സംതിങ് ബിഗ് ഇസ് അബൌട്ട് ടു ഹാപ്പൻ. ആൻഡ് എന്തൊരു നല്ല ദിവസം കൂടിയാണ് ഇന്ന്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, അതുപോലെ തന്നെ വിജയദശമിയാണ്, വിദ്യാരംഭമാണ്. സോ എല്ലാവർക്കും വിജയദശമി ആശംസകൾ. വീണ്ടും ഒരു തുടക്കമാണ് അല്ലേ? നല്ല നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു പരിപാടിക്കും ഈ ദിവസം ചൂസ് ചെയ്തത്. സ്റ്റീഫൻ ഞങ്ങൾ വിടില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റീഫനെ നമ്മൾ കൊണ്ടുവരും. ആൻഡ് വി വിൽ മേക്ക് ഷുവർ ദാറ്റ് ദി എനർജി ഈസ് മെയിൻറ്റെയിൻ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. കാൻ വി ഗിവ് ഹിം എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ? സ്റ്റീഫൻ ഡേവിസ് കൈയടിക്കൊരു ശക്തിയില്ല, ശീലമായതുകൊണ്ടാ. സോറി, കേട്ടില്ലെങ്കിൽ ഡയലോഗ്സ് ഒന്നും വരൂല. ഓക്കെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ രഞ്ജിനി ഹരിദാസ്. ആൻഡ് ഇന്ന് ഈ മനോഹരമായ വിദ്യാരംഭത്തിന്റെ ഈ ദിവസം വളരെ സന്തോഷമായ ഒരു ന്യൂസുമായിട്ടാണ് ഞാനിന്ന് എത്തി നിൽക്കുന്നത്. പരിചയമുള്ള എത്രയോ വണ്ടർഫുൾ ആയിട്ടുള്ള ഗസ്റ്റ് ആണ് നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത്. ഇവരെല്ലാവരും, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചെത്താൻ ഒരു കാരണമുണ്ട്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മലയാളികൾ തല ഉയർത്തി അഭിമാനത്തോടെ നെഞ്ചി വിരിച്ച് ലോകമെമ്പാടും നടക്കുകയാണ്. ബിക്കോസ് മലയാളം സിനിമ ഈസ് മേക്കിംഗ് അസ് പ്രൗഡ് അല്ലേ? അങ്ങനത്തെ അമേസിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ്, അബ്സല്യൂട്ട്ലി സ്പെക്ടാക്യുലർ മൂവീസ് ആയിട്ടാണ് നമ്മളുടെ ഈ വണ്ടർഫുൾ ആൾക്കാർ എത്തുന്നത്, ഈ ക്രിയേറ്റീവ് സോൾസ് എത്തുന്നത്, മലയാളം സിനിമ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവാൻ, അതിൻ്റെ ഒരു വണ്ടർഫുൾ അമേസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൂട്ടാൻ വേണ്ടി വി ഹാവ് യെറ്റ് അനദർ ഗ്രേറ്റ് തിങ് ഹാപ്പനിങ്. ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിൽ കാലെടുത്ത് വെക്കുകയാണ്. ആൻഡ് മലയാള സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കുറേ നല്ല നല്ല സിനിമകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നതും. ഏറ്റവും വലിയ ആഗ്രഹം ഇവരുടെ എന്ന് പറയുന്നത് നല്ല സിനിമകൾ ചെയ്യുക. ഇൻഫാക്ട് ഏറ്റവും നല്ല സിനിമകൾ കണ്ട് ശീലിച്ച ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. വി ആർ ദ ബെസ്റ്റ് ഓഡിയൻസ് ടു ജഡ്ജ് എ ഗുഡ് ഫിലിം. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഈ പ്രൊഡക്ഷൻ കമ്പനി എത്തുമ്പോൾ ചുമ്മാ അവരുടെ ലോഞ്ച് മാത്രം ചെയ്തല്ല അവർ വരുന്നത്. ഒരു സിനിമ
കൂടെ അവർ ഇന്ന് അനൗൺസ് ചെയ്യുകയാണ്. സോ ടുഡേ വി ഹാവ് ദ ലോഞ്ച് ഓഫ് ദ പ്രൊഡക്ഷൻ കമ്പനി, അതിൻ്റെ കൂടെ തന്നെ ദി അനൗൺസ്മെന്റ് ഓഫ് ദെയർ ഫസ്റ്റ് ഫിലിം. സോ ഒരു ഡബിൾ ധമാക്കായാണ്. നല്ലൊരു കൈയടി തന്നെ ഈ ഒരു അവസരത്തിൽ വേണം. ബിക്കോസ് അവരുടെ ആഗ്രഹം ഈ ഒരു ഹിസ്റ്റോറിക്കലായ ഒരു ദിവസമായി മാറും. മുന്നോട്ട് പോകുമ്പോൾ വലിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായ ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായി മാറും നമ്മുടെ മാജിക് ഫ്രെയിംസ് പോലെ അല്ലേ ലിസ്റ്റിൻ? ഡെഫിനറ്റ്ലി യുനോ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് ഇതൊരു ചെറിയ സംഭവമല്ല, അതൊരു വലിയ സംഭവം തന്നെയാണ്. ബിക്കോസ് നമുക്കറിയാം ചിലപ്പം എല്ലാം നന്നായി നടന്നാൽ ഗ്രേറ്റ്, നന്നായി നടന്നില്ലെങ്കിൽ നോട്ട് സോ ഗ്രേറ്റ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് സംസാരിക്കാം. അതിനെ പറ്റിയ കുറച്ച് ആൾക്കാർ നമ്മളുടെ കൂടെ ഇവിടെയുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിലേക്ക് എത്തിക്കുന്ന ആളെയാണ് ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹി ഈസ് ദ വൺ ആൻഡ് ഓൾ ഓഫ് ദ പ്രൊഡക്ഷൻ കമ്പനി. നമ്മുടെ പ്രൊഡ്യൂസറായ ദ വണ്ടർഫുൾ ആമിർ പള്ളിക്കലാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ആമിറിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നൽകേണ്ട ആവശ്യമില്ല, ഇവിടെയുള്ള എല്ലാവർക്കും ആമിറിനെ പരിചയമുണ്ട്. പക്ഷെ ഒരു ഡയറക്ടറായിട്ടാണ് നമ്മുടെ മുന്നിൽ ആമിർ ആദ്യം എത്തിയത്. ആയിഷ എന്ന ചിത്രം അല്ലേ, മഞ്ജു വാര്യറിന്റെ അബ്സല്യൂട്ട്ലി സ്പെക്ടാക്കുലർ ആയ ഒരു പെർഫോമൻസ് ആണ് ആയിഷ എന്ന ചിത്രത്തിലൂടെ ആമിർ നമുക്ക് സംഭാവന ചെയ്തത്, കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇറ്റ് വാസ് വെരി വെരി വെൽ റിസീവ്ഡ് ആൻഡ് വെൽ അക്ലെയിംഡ്. അതിനുശേഷം ED അതുപോലത്തെ ഒരു സിനിമയിൽ സുരാജേട്ടൻ്റെ ബ്രില്യൻ്റ് ആയ പെർഫോമൻസും വളരെ വലിയ രീതിയിൽ അംഗീകാരം കേട്ട ഒരു പെർഫോമൻസ് ആണ്. ആൻഡ് ഈ രണ്ട് സിനിമയുടെ ഡയറക്ഷന് ശേഷം ആമിർ എടുക്കുന്ന പുതിയ ഒരു ചുവട്, ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മളുടെ മുന്നിൽ കൊണ്ടുവരിക. വെൽ, ഇറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ്. കൻ വി ഗിവ് ഹിം എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ഡൂയിങ് ദിസ്? സോ സമയം കളയാതെ തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനീൻ്റെ ലോഞ്ചിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനെ ലോഞ്ച് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരാളെ തന്നെ നമ്മളുടെ കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത് മറ്റാരുമല്ല, 2011 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രത്തിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിയുമായി എത്തി. അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ മലയാളത്തിലായാലും തമിഴിലായാലും മറ്റു ഭാഷയിലായാലും എത്രയോ സൂപ്പർ ഹിറ്റ് movies has been produced by this company, distributed by this company, and ഒരു എക്സ്പീരിയൻസിന് ശേഷം ഇന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറിയും കേരള ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ മാൻ ബിഹൈൻഡ് മാജിക് ഫ്രെയിംസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ലിസ്റ്റിൻ സ്റ്റീഫൻ. സ്വാഗതം ലിസ്റ്റിൻ, സുഖാണോ? ഓക്കെ, അപ്പം ഒരു തലതൊട്ടപ്പം എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പൊ ലിസ്റ്റിനെ വിളിക്കാം അല്ലെ, അധികം പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ക്ലോസ് ടു 24-25 ഇയേഴ്സ് ആയി ഒരു പ്രൊഡ്യൂസർ എന്ന രൂപത്തിലും ഭാവത്തിലും ലിസ്റ്റിൻ. അപ്പോൾ ആമിർ ഒരു പ്രൊഡ്യൂസർ, ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇവിടെ തുടങ്ങുമ്പോൾ അതിന്റെ ഉദ്ഘാടനം ലോഞ്ച് ചെയ്യാൻ വി ഹാവ് ലിസ്റ്റിൻ. കൻ ഐ പ്ലീസ് ഹാവ് ദ റിമോട്ട് പ്ലീസ്? ഇവിടെ ഉണ്ടോ? വെരി ഗുഡ്. ലിസ്റ്റിൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അതങ്ങ് ലോഞ്ച് ചെയ്തോളൂ. നല്ലൊരു ഐഡിയ ആവാം. ഇതിനെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ല, ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് പോലും അറിയില്ല. നമുക്ക് നോക്കാം. ഔട്ട്സൈഡേഴ്സ്. യെസ്, സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്നാണ് നമ്മളുടെ ആമിർ പള്ളിക്കലിന്റെ ഈ ഒരു മൂവി പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. വളരെ ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ ആമിർ ഇത് ഞങ്ങളുടെ നാട്ടിൽ കൊണ്ട് തന്നത്. നേരെ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും ഒരു ഏലിയനൊക്കെ ഇറങ്ങി വരേണ്ടി വന്നു. എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റർവെൻഷൻ ആയിരുന്നു. അതുകൊണ്ടാണോ സ്റ്റുഡിയോ ഔട്ട്സൈഡർ എന്ന പേര് എന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ലിസ്റ്റിൻ, ഇഫ് യു കുഡ് പ്ലീസ് കം ഫോർവേഡ്. നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കിടണം ഇപ്പൊ തന്നെ. ഫസ്റ്റ് ലിസ്റ്റിൻ, എൻ്റെ പേപ്പറിൽ ലിസ്റ്റിന്റെ പേരാണ്, ഞാൻ ലിസ്റ്റിന്റെ പേര് ചോദിക്കേണ്ടി വരും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലിസ്റ്റിൻ സ്റ്റീഫൻ. ഫസ്റ്റ് ഓഫ് ഓൾ വളരെയധികം സന്തോഷമുണ്ട് മലയാള സിനിമയിലേക്ക് ഒരു പുതിയ ഫിലിം പ്രൊഡക്ഷൻ കമ്പനി കടന്നു വരികയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആമീർ. ആമീർ ഒരു കഴിഞ്ഞ പടം ആമീറിൻ്റെ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിന് മുമ്പത്തുള്ള പടം ഞാനാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഞാൻ ആമീറിനോട് ആദ്യം സംസാരിക്കാനായിട്ട് പറഞ്ഞു, വേറെ ഒന്നുമില്ല, ഞാൻ ആ സൗണ്ട് ബോക്സിൻ്റെ ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പോൾ സ്റ്റീഫൻ്റെ മ്യൂസിക്കിൻ്റെ ഫുൾ എന്താ സൗണ്ടുകൾ എനിക്ക് ആവാഹിക്കാനായിട്ട് പറ്റി. എൻ്റെ ശരീരത്തിലേക്ക് കയറിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിലിരുന്നുകൊണ്ടിട്ട് ഷിവറിങ് ആയി.
അത്രയും മ്യൂസിക്. അതെ 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 അതെ. അപ്പോൾ അതുകൊണ്ടിട്ട് അതോടെ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. സിനിമയെ സംബന്ധിച്ച് സിനിമ പ്രൊഡക്ഷനാണ് ഏറ്റവും റിസ്ക്കുള്ളൊരു ഫീൽഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സിനിമ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ ഒരു കൺട്രോളിലല്ല ആക്ച്വലി ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ആർട്ടിസ്റ്റിന് ഒരു പനി വന്നാലോ, അല്ലെങ്കിൽ ഒരു ഹർത്താൽ വന്നാലോ, അല്ലെങ്കിൽ ഒരു മഴ വന്നാലോ ഒക്കെ ബാധിക്കുന്നത് പ്രൊഡ്യൂസറെയാണ്. അപ്പം അതുകൊണ്ടിട്ട് ഒരു ചലഞ്ചാണ് എടുത്തേക്കുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഷിപ്പിൻ്റെ പ്രൊഡ്യൂസറൂടെ ആയിട്ട് ആമീർ മാറിയിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ റിസ്ക്കാണ്. എങ്കിലും ഈ റിസ്കിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം മലയാള സിനിമയിൽ 2011 ഞാൻ എൻട്രി ചെയ്യുമ്പോൾ ഞാൻ എന്താണോ ഇന്ന് ഞാനൊരു 45-50ഓളം തിയേറ്റർ റൺ ചെയ്യുന്ന ഒരാളോടെയായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ തന്നത് മാത്രമാണ്. ഇപ്പോൾ ഒരു 10-200ഓളം ഫിലിം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, സിഫ എന്ന് പറയുന്നത്, ഒരു സ്റ്റുഡിയോയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു നടനല്ല, ഒരു ഡയറക്ടർ അല്ലാത്തതുകൊണ്ടിട്ട് ഇതെല്ലാം തന്നത് പ്രൊഡക്ഷൻ ഹൗസാണ്, എൻ്റെ ബാനറാണ് എനിക്ക് തന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് ഇറങ്ങിയ കാന്താര ഉൾപ്പെടെ ഇന്നിപ്പോൾ ഏറ്റവും നല്ലൊരു ദിവസമാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു തിയേറ്റർ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതും ഒരു നല്ല ദിവസം ആയതുകൊണ്ടിട്ടാണ് ഇന്നത് ആരംഭിക്കാനായിട്ട് സാധിച്ചത്. ഇന്ന് കാന്താര എന്ന് പറയുന്ന ഒരു സിനിമ ഇന്നിപ്പം നമ്മൾ റിലീസ് ചെയ്തു. ഇപ്പം ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞാൻ പൃഥ്വിരാജിനോട് വിളിച്ചു പറഞ്ഞിട്ട് കേരളത്തിൽ 50 സ്ക്രീനും കൂടെ ഇപ്പോൾ കൂട്ടിയതേ ഉള്ളൂ. കാരണം അത്ര വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് കാന്താര എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം സംഭവിക്കുകയാണ്. അമീറിൻ്റെ ഈ പുതിയ പ്രൊഡക്ഷൻ ഹൗസും ഇന്ന് സംഭവിക്കുകയാണ്. അപ്പം ഇതും ഈ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വരുന്ന സിനിമയും കാന്താര പോലെ ഒരു വലിയ വിജയമായ ഒരു സിനിമ ഉണ്ടാവട്ടെ, സിനിമയിൽ കൂടുതൽ കോൺഫിഡൻസ് കിട്ടട്ടെ എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ മെമ്പർ ആവാനുള്ള അതിൻ്റെ ചാർജസൊക്കെ ഞാൻ വഴി പറഞ്ഞു തരാം. മെമ്പർഷിപ്പ് ഫീ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അസോസിയേഷനിൽ നിന്ന് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രണ്ടായിട്ടുള്ള അമീറിന് എൻ്റെ എല്ലാവിധ ആശംസകളും. വെൽക്കം ടു ദ ഫിലിം ഇൻഡസ്ട്രി പ്രൊഡ്യൂസർ അസോസിയേഷൻ. That is so wonderful. I mean, definitely നിങ്ങൾ കൂട്ടുകാരാണ് എന്ന് വളരെ എവിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റിൻ വന്നത്. പക്ഷെ ലിസ്റ്റിൻ ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു സ്ഥാപകരാണല്ലോ. അതുകൊണ്ടാണോ ചെവി പൊട്ടിച്ച് കൊല്ലാൻ നോക്കിയത്? I'm joking. ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞ ആ ഏലിയന് സൈക്കോ എന്ന പേരും കൂടെ ഉണ്ട് കേട്ടോ. സൈക്കോ ആണ് നമുക്ക് വേണ്ടി സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആമിർ പള്ളിക്കലാണ് പ്രൊഡ്യൂസറായി കാലെടുത്ത് വെക്കുന്നത്. ഇനി ആമിർ പറയൂ, ഹൗ ആർ യു ഫീലിംഗ് അബൌട്ട് യുവർ ലോഞ്ച് ടുഡേ? എല്ലാവർക്കും നമസ്കാരം. ആദ്യം താങ്ക് യു ലിസ്റ്റിൻ. ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ എൻ്റെ അടുത്ത് നേരത്തെ അവിടെ ഇരിക്കുമ്പോൾ ലിസ്റ്റിൻ ചോദിച്ചു, അതായത് ഞാൻ ചെയ്യണം എന്താ, ഞാൻ വേറെ ആരെയും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയിൽ നമ്മളൊരു പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സിനിമയുടെ ലോഞ്ചിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, എനിക്ക് മാത്രമല്ല, ഞാൻ ഇപ്പം നേരത്തെ ലിസ്റ്റിൻ തന്നെ പറഞ്ഞു, എൻ്റെ ആദ്യ സിനിമ ആയിഷ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ലിസ്റ്റിനാണ്. കഴിഞ്ഞ സിനിമ എൻ്റെ ഈ എക്സ്ട്രാ ഡീസൻ്റ് പ്രൊഡ്യൂസ് ചെയ്ത ലിസ്റ്റിനാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രൊഡ്യൂസറുടെ മുന്നിൽ പോയി കഥ പറയുന്നത് ലിസ്റ്റിൻ്റെ അടുത്താണ്. ഒരു 5-6 വർഷം മുമ്പായിരുന്നു അത്. അന്ന് പക്ഷെ അത് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ ലിസ്റ്റിന് ഇത് ചെയ്യുമ്പോൾ ഉള്ളത് എല്ലാം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ചാത്തൻ്റെ കാലമാണല്ലോ. അപ്പോൾ എൻ്റെ കൂടെ എല്ലാ സമയത്തും ചാത്തനായി ലിസ്റ്റിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും ഈ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കപ്പുറത്തേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും, അതിന് ഔപചാരികത ആവശ്യമില്ല എന്നറിയാം, എങ്കിലും സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും, ഈ മുന്നിലിരിക്കുന്ന ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും, അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ്, നമ്മുടെ കുടുംബം, ഫാമിലി, മറ്റ് ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ, കൊച്ചിയിലുള്ളവർ, നാട്ടിൽ നിന്ന് വന്നവർ, എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ പേരിൽ. സാധാരണ കുറേ സംസാരിക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വരിക എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും റിസ്ക് ഉള്ള ഒരു പണിയാണെന്ന് അറിയാം. സംവിധാനം തന്നെ വലിയൊരു മല ചുമന്നു കൊണ്ടുപോകുന്ന പണിയാണ്. അതിൻ്റെ കൂടെ ഇതുകൂടി ആവുക എന്ന് പറയുമ്പോൾ ഞാൻ 2 സിനിമയാണ് ചെയ്തത്. ആദ്യ സിനിമയുടെ പ്രൊഡ്യൂസർ സക്കരിയ ആയിരുന്നു. സുഡാനി ഫ്രം നൈജീരിയൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സക്കരിയ ആയിരുന്നു എൻ്റെ ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. രണ്ടാമത്തെ സിനിമ എല്ലാവർക്കും അറിയുന്ന ലിസ്റ്റിനായിരുന്നു. എനിക്ക് ആദ്യ സിനിമയിൽ ഞാൻ
ഒരു ആദ്യ സിനിമയുടെ ഒരു സംവിധായകൻ നേരിടേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും എന്ന് വെച്ചാൽ അതിൻ്റെ ബഡ്ജറ്റിൻ്റെ കാര്യമൊക്കെ എന്തായാലും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതിനേക്കാളും കൂളായിട്ടാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമ ചെയ്തത്. മാജിക് ഫ്രെയിംസിൽ സിനിമ ചെയ്യുമ്പോഴുള്ള എല്ലാ സന്തോഷവും സമാധാനവും ഞാൻ ആ സിനിമയിലും അനുഭവിച്ചിരുന്നു. അപ്പോൾ മൂന്നാമതൊരു സിനിമയിലേക്ക് ഞാൻ എത്തുമ്പോൾ എന്തുകൊണ്ട് പ്രൊഡക്ഷനിലേക്ക് കടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് സിനിമ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് എല്ലാം പഠിച്ചു എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ നട്ടല്ലായി, ബാക്ക് ബോണായി കൂടെ നിൽക്കാൻ ആളുണ്ട് എങ്കിൽ നമുക്കൊന്ന് ഒരു റിസ്ക് ഒരു റിസ്ക് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും റിസ്ക് എടുത്ത് നോക്കാം എന്നുള്ളതാണ് ഈ ഒരു സിനിമയിലേക്ക് പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള കാരണം. പിന്നെ നമുക്ക് അത്രയും വിശ്വാസമുള്ള, അത്രയും ഉറപ്പുള്ളൊരു പ്രണയ കഥയാണ്, ഒരു ക്യാമ്പസ് ചിത്രമാണ്. സാധാരണ മലയാളത്തിൽ ക്യാമ്പസ് ചിത്രങ്ങൾ, പ്രണയ സിനിമകൾ നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഇത് കയ്യും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണുള്ളത്. അതാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ധൈര്യം. പിന്നെ എക്കാലത്തും എൻ്റെ സിനിമയുടെ സ്വപ്നങ്ങൾക്കൊപ്പം എല്ലാ അർത്ഥത്തിലും എൻ്റെ കൂടെ നിന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് മന്മഥേട്ടനാണ്. മന്മഥേട്ടൻ ഇവിടെയാണ്. മന്മഥൻ ഒന്ന് വരുമോ പ്ലീസ്? മന്മഥേട്ടൻ ആണ് ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ബാക്ക് ബോർഡ്. ഇപ്പോൾ ബഹ്റൈനിൽ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് വന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ. മന്മഥേട്ടൻ വന്നതുപോലെ തിരിച്ച് പോവുകയും ചെയ്യും. അതിനിടയിൽ മന്മഥേട്ടനും കൂടി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ബോൺ ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പായിരുന്നു. ഇതായിരുന്നു ബാക്ക് ബോൺ ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അത് അത്രയെങ്കിലും നമ്മൾ പറയണ്ടേ. അപ്പോൾ അത് ബാക്ക് ബോണും എല്ലാ ബോണും. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഏറ്റവും നല്ല രീതിയിൽ ഉള്ള ഒരു സിനിമയായിരിക്കും. മാത്രമല്ല ഈ സിനിമയുടെ മറ്റു വിവരങ്ങളെല്ലാം വൈകി പറയാനുള്ള ആളുണ്ട്. ആ പണി ഞാൻ എടുക്കുന്നില്ല. അതെ, കുറേ ഉണ്ടോ പറയാൻ. കുറച്ച് സഹായിച്ചാൽ ഞാൻ ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ഓക്കെ, സോ നൗ ആമിർ പള്ളിക്കൽ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായി കാലത്ത് വെച്ചു. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ലോഞ്ച് ലിസ്റ്റ് ഇവിടെ നടത്തി. അപ്പം ഇനി നമുക്ക് ആ സിനിമയും കൂടെ അങ്ങ് അനൗൺസ് ചെയ്താലോ? ഷാൽ വി നോട്ട് വേസ്റ്റ് എനി ടൈം? ലെറ്റ്സ് നോട്ട് വേസ്റ്റ് എനി ടൈം. ഓക്കെ, അപ്പോൾ ഇവരുടെ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ആദ്യത്തെ ചിത്രം നമ്മളിവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. വീവ് ഗോട്ട് ദ ഡയറക്ടർ ഹിയർ. Yes, exactly. തീർച്ചയായിട്ടും നമ്മുടെ ഡയറക്ടർ ആൻഡ് നമ്മുടെ പ്രൊഡ്യൂസർ ഇവിടെയുണ്ട്. അപ്പം ഈ ഒരു സിനിമ അതിൻ്റെ റൈറ്ററിനെയും കൂടെ വേദിയിലേക്ക് വിളിക്കാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ഇതിൻ്റെ റൈറ്റർ എനിക്ക് വളരെ ഫെമിലറായ ഒരു വ്യക്തി കൂടിയാണ്. ഹീസ് എ ഗ്രേറ്റ് റൈറ്റർ. വളരെ ചെറിയ കാലം മുതൽ ചെറിയ സ്റ്റോറീസും കഥകളും നോവലുകളും ഒക്കെ എഴുതി എല്ലാം വളരെ വലിയ ബെസ്റ്റ് സെല്ലേഴ്സായി മാറിയ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. വെരി ലവിങ്, സ്വീറ്റ്, ഹംബിൾ മാൻ. ആൻഡ് വാട്ട് മേക്സ് ഹിം ഈവൻ മോർ സ്പെഷ്യൽ ഇസ് ആദ്യത്തെ ബുക്കൊക്കെ എഴുതിയത് 17 വയസ്സിലാണ്. ഡിഫറെന്റ് ജോണേഴ്സിൽ എഴുതും, ഹൃദയം തൊട്ടുന്ന രീതിയിൽ എഴുതും. ആൻഡ് ഹീസ് അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ വി ആർ വെരി എക്സൈറ്റഡ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും നോവലുകളും ബെസ്റ്റ് സെല്ലേഴ്സ് ആയ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥകളും വലിയ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് വേദിയിലേക്ക് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നോവലിസ്റ്റ് ആൻഡ് റൈറ്റർ, ഞാൻ സ്നേഹത്തോടെ LK എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം ലിജീഷ് കുമാർ. വെൽക്കം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഇതാണ് നമ്മളുടെ അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് ചിത്രത്തിന്റെ റൈറ്റർ. സോ ആർ യു ഗൈസ് റെഡി? നമുക്ക് സിനിമ ലോഞ്ചിലേക്ക് കിടക്കാം. നല്ലൊരു കൈഡിയോടെ ഷാൽ വി ഡു ഇറ്റ്? ലിസ്റ്റിൻ തന്നെ ലോഞ്ച് ചെയ്യും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഇവിടെ വരണം കേട്ടോ, അല്ലെങ്കിൽ ഓക്കെ. ലെറ്റ്സ് ഗോ ലിസ്റ്റിൻ, ലെറ്റ്സ് ഗോ. ഒന്ന് കൈയടിച്ചിട്ടെ. Yeah, there we go. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് അവതരിപ്പിക്കുന്നു പ്രേം പാറ്റ. ഒന്നുകൂടെ പറയാം, പ്രേം പാറ്റ. കൊള്ളാം. ആമിർ പള്ളിക്കൽ is നിർമ്മാണം ആൻഡ് സംവിധാനം, കറക്റ്റ്. ആൻഡ് ബാക്കി അവിടെ എഴുതിയേക്കാൻ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, പക്ഷെ കഥ, തിരക്കഥ, സംഭാഷണമായിരിക്കണമല്ലോ. ലിജീഷ് കുമാർ. അപ്പൊ ഒന്ന് ഫ്രണ്ടിൽ വന്ന് നിൽക്കൂ. ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് ആൻഡ് റൈറ്റർ. ഫ്രണ്ടിൽ വരൂ പ്ലീസ്. നന്നായി ഒന്ന് കൈയടിച്ചു കൊടുക്കും. മലയാള സിനിമയിലേക്ക് എത്താൻ പോകുന്ന പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഏറ്റവും ആദ്യ ചിത്രമാണ് പ്രേം പാറ്റ. ഇങ്ങനെയൊന്ന് കൈയടിച്ചാൽ പോലെ കേൾക്കുന്നില്ല. കമാൻ.
വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഇപ്പം ലിസ്റ്റിന് എനിക്കൊരു ആഗ്രഹമുണ്ട്, നമ്മളുടെ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കയറി വരുന്ന പുതിയ ഒരു 2 പേരാണല്ലോ, അദ്ദേഹം പ്രൊഡ്യൂസറായിട്ടും അദ്ദേഹം റൈറ്ററായിട്ടും. നമുക്ക് അവർക്ക് ഒരു ആദരവ് നൽകണം, ഒരു മെമെന്റോ നൽകി നമുക്ക് അവരൊരുന്നു ഈ ഇൻഡസ്ട്രിയിലേക്ക്. ലിസ്റ്റിൻ തന്നെ അത് ചെയ്യുന്നത് നന്നായിരിക്കും. Can I please have the memento on stage, please? ആമറിന് മെമെന്റോ നൽകാൻ ലിസ്റ്റിനെ ഞാൻ ക്ഷണിക്കുന്നു. ആമിർ പള്ളിക്കൽ, പ്രൊഡ്യൂസർ ഓഫ് പ്രേം പാച്ച. നല്ലൊരു കൈഡിയാവാം. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ എല്ലാമായ പ്രൊഡ്യൂസർ ആമിർ പള്ളിക്കൽ. താങ്ക് യു ലിസ്റ്റിൻ. അതുപോലെ തന്നെ ലിജീഷിന് മെമെന്റോയും ലിസ്റ്റിൻ തന്നെ നൽകുന്നു. മലയാള സിനിമാ മേഖലയിലേക്ക് ഒരു എഴുത്തുകാരനായി ഇതാ എത്തിയിരിക്കുന്നു ലിജീഷ് കുമാർ. അദ്ദേഹത്തിന്റെ തിരക്കഥാ സംഭാഷണം നിങ്ങൾ കാണും ഏറ്റവും പുതിയ ചിത്രമായ പ്രേം പാറ്റയിൽ. ഇനി നമ്മളുടെ ഈ ഒരു ചടങ്ങിൽ ഗസ്റ്റായി വന്നത് ലിസ്റ്റിനാണ്. അപ്പം അതിന്റെ ഒരു ഭാഗമായി ആമിർ ആൻഡ് ലിജീഷ്, ഐ ഹാവ് എ റിക്വസ്റ്റ്. ലിസ്റ്റിന് ഒരു നന്ദി എന്ന രീതിയിൽ can we give him a memento please? Can we please? ലിസ്റ്റിൻ, താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ പറഞ്ഞു ലിസ്റ്റിന്റെ അടുത്ത സുഹൃത്താണ്. ലിസ്റ്റിന്റെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ആമിറിന് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു കൈഡി കൊടുക്കാം. മലയാള സിനിമയിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്, മാജിക് ഫ്രെയിംസിലെ ലിസ്റ്റിൻ സ്റ്റീഫൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലിസ്റ്റിൻ. താങ്ക് യു ആമിർ. താങ്ക് യു സർ. താങ്ക് യു എൽകെ. തീർച്ചയായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു മൊമെന്റ് ആണ്. ഐ ലവ് ദ നെയിം. എനിക്ക് ഈ പ്രേം പാറ്റനെ കുറിച്ച് അറിയാൻ ഒരു താല്പര്യമുണ്ട്. പ്രേം, ഓക്കെ, പ്രേമം. പാറ്റ എവിടുന്ന് വന്നു? പാറ്റ. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരു സിനിമയിൽ ഒരു കഥയായി എത്തുമെന്നൊക്കെ ചോദിക്കാൻ എനിക്കുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു അവസരത്തിൽ ഈ ഒരു ടീമിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വി ഗോട്ട് സോ മെനി വണ്ടർഫുൾ പീപ്പിൾ. കുറെ ആൾക്കാർ ആശംസകളുമായി എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഒരുപാട് പരിചയമുള്ള, നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, ഒരു രീതിയിലും ഒരു ആമുഖം ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. ചെറുപ്പകാലം മുതലേ ഇദ്ദേഹത്തെ ഒരു അവതാരകനായും ഒരു വെറ്ററൻ ജേർണലിസ്റ്റ് ആയിട്ടും നമ്മൾ കണ്ടുവരുന്നു. ടുഡേ ഹി ലീഡ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഫൈനസ്റ്റ് ചാനൽസ് ആൻഡ് ന്യൂസ് ചാനൽസ് ഇൻ കേരള, ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഫ്ലവേഴ്സ് TV and 24 News. Ladies and gentlemen, നല്ലൊരു കൈയ്യടി. Let's welcome ശ്രീകാന്ത് നായർ. വെൽക്കം ശ്രീകാന്ത് സർ. കൈയ്യടി ഒന്നുമില്ല. പ്രിയമുള്ളവർ, അങ്ങനെ ഒരുപാട് ഇങ്ങനെ ലോഞ്ചുകളിലൊന്നും ഞാനിങ്ങനെ പോകാറില്ല. എന്നെ നിങ്ങളെ കണ്ടു കാണത്തുമില്ല. നമ്മളൊരു എപ്പോഴും ഒരു കവറേജ് പാർട്ടിയാണ്. ദൂരെ നിന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. കവർ ചെയ്യപ്പെട്ടാൽ നമുക്ക് ആത്മസംതൃപ്തി കിട്ടും, നാട്ടുകാർക്കും കിട്ടും, അത്യാവശ്യം ചാലി നടന്നു പോവുകയും ചെയ്യും. പക്ഷേ ലിജീഷ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ലിജീഷിൻ്റെ കുറിപ്പുകളൊക്കെ ഞാൻ സശ്രദ്ധം വായിക്കാറുണ്ട്. മാത്രമല്ല, ഈ ചെറുപ്പക്കാരിൽ ചില സാധാരണമല്ലാത്ത ചില ഗുണഗണങ്ങളുണ്ട് എന്ന് ഞാൻ ഈ അടുത്ത കാലത്തല്ല കുറച്ച് കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം കൈവയ്ക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിനൊരു മേൽവിലാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐഷയുടെ സംവിധായകൻ നിർമ്മാതാവായി രൂപം മാറുമ്പോൾ ഒരുപക്ഷെ എനിക്ക് പോലും ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, വയസ്സാം കാലത്ത് ഈ പ്രൊഡക്ഷൻ കമ്പനി വല്ലതും തുടങ്ങണോ? അപ്പോൾ ലിസ്റ്റിനൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് അപകടം പിടിച്ച വഴിയാണല്ലോ എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, ഫ്ലവേഴ്സും ചലച്ചിത്ര രംഗത്തേക്ക് ചെറുതായിട്ട് കടക്കുകയാണ്. നമ്മളിപ്പോൾ ഈ അമരം ഈ ഉടനെ തന്നെ റിലീസ് ചെയ്യുകയാണ്. അത് ബാബു തിരുവല്ലയുമായിട്ട് ചേർന്ന് ഫ്ലവേഴ്സാണ് അത് ചെയ്തിരിക്കുന്നത്. നവംബർ ആദ്യം അത് തിയേറ്ററിലെത്തും. അത് റെഡിയായിരിക്കുകയാണ്. അത് അപ്പം എന്തെങ്കിലുമൊക്കെ മലയാള സിനിമയിൽ ചെയ്യാൻ നമുക്കും താല്പര്യമുണ്ട്. മലയാള സിനിമയ്ക്ക് ഒപ്പം ഒഴുകാനാണ് നമ്മുടെ ഈ ശ്രമം. ഇനി ഈ പ്രേംപാറ്റ എന്ന സിനിമ എനിക്ക് തോന്നിയ പോലൊരു സംശയം എനിക്കുമുണ്ട്. ഈ പൂമ്പാറ്റയുടെ ചേട്ടനാണോ പ്രേംപാറ്റ എന്ന് എനിക്ക് ആദ്യം തന്നെ ഡൗട്ട് തോന്നിയിരുന്നു. എന്തായാലും രജീഷ് കുമാർ എഴുതുന്ന കഥയായതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മലയാള സിനിമയിൽ ഇവരുടെ ഈ പിന്നെ എനിക്ക് തോന്നി ഇതിനകത്തെ ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്നുള്ളത് ചിലപ്പം സ്റ്റുഡിയോ ഇൻസൈഡേഴ്സ് എന്നിട്ടായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു അല്ലേ? പക്ഷേ ഇവർ പുറം വാതിൽ ചിത്രീകരണത്തിന് പോകുന്നവരായതുകൊണ്ടാണോ ഇനി പുറത്തുള്ള ഈ ബാക്ക് ബോർഡുകളെ അകത്തേക്ക് ക്ഷണിക്കാനായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ബാക്ക് ബോൺ എന്ന് പറയുന്ന ആ മന്മഥേട്ടൻ കയറി വരുമ്പോൾ ഒരു രക്തസാക്ഷിയുടെ മുഖം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ ഉല്ലാസത്തോടെ തിരിച്ചിന്ന് ലാൻഡ് ചെയ്തേ ഉള്ളെന്ന് പറഞ്ഞു.
അദ്ദേഹം മലയാള സിനിമയിലേക്കാണ് ലാൻഡ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ മന്മഥേട്ടനെ എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ. ഞാനിവിടെ ഈ ബാക്ക് ബോൺ എന്ന് കേട്ടപ്പം എല്ലാ പരിപാടിക്കും ഒരു ബോൺ വേണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ആസ്വദിച്ചു പോയതാണ്. അതല്ല, ആമിർ അദ്ദേഹത്തെ നോക്കി ഒരു ചിരിയും ചിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചിരിക്ക് നമ്മുടെ ഹരികൃഷ്ണൻ സിനിമ പറഞ്ഞ ഒരു 100,000 അർത്ഥമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും. അപ്പോൾ ഈ ആമിറിനും അതുപോലെ ലിജീഷിനും നല്ല ഒരു 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 സൃഷ്ടിയാകട്ടെ. രഞ്ജനി പറഞ്ഞതുപോലെ നമ്മുടെ ലാലേട്ടനും ഒക്കെ സിനിമയിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധ നേടുന്ന ഒരു കാലമാണ്. മാത്രമല്ല എന്നെയൊക്കെ വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ സന്തോഷിപ്പിച്ച ഒരു കാര്യം, നമ്മൾ ആ ദേശീയ പുരസ്കാരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ലോകം അറിയുന്ന ഏറ്റവും വലിയ നടൻ പോലും നമ്മുടെ മോഹൻലാലിൻ്റെ മുന്നിൽ വല്ലാതെ ചുരുങ്ങി പോകുന്നത് നമ്മൾ കണ്ടു. ഇവിടെ എല്ലാം അടിമുടി നിറഞ്ഞിരുന്നത് മോഹൻലാലായിരുന്നു. മാത്രമല്ല നമ്മുടെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് നിങ്ങളൊരു ഉഗ്രൻ നടനാണ് എന്ന് പറയുമ്പോൾ അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട്. വാർത്താവിതരണ വകുപ്പ് സെക്രട്ടറി IAS ഓഫീസർ അദ്ദേഹത്തിന് ലാലേട്ടാന്ന് വിളിക്കുന്നു. അങ്ങനെ ഇന്ത്യ മുഴുവൻ ഈ മലയാളത്തിൻ്റെ അഭിമാനമായി ലാല് കത്തിജ്വലിക്കുമ്പോൾ ഓരോ മലയാളിക്കും രോമാഞ്ചം ഉണ്ടായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഈയിടെ കുറച്ചു കാലം മുമ്പ് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു യാത്രക്കിടയിൽ ഒരു കൊറിയക്കാരനെ പരിചയപ്പെട്ടു. അപ്പം അയാൾ എന്നോട് ചോദിച്ചു, ഞാൻ മലയാള സിനിമകൾ കാണാറുണ്ട് എന്ന് ഈ കൊറിയക്കാരൻ എന്നോട് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ ഈ വിവർത്തനം വളരെ എളുപ്പമായൊരു കാലത്ത് ആണ് നിൽക്കുന്നത്. അയാൾ എന്നോട് ചോദിച്ചു, ഹൗ ഈസ് യുവർ ഫഹദ് ഫാസിൽ എന്നാണ് ചോദിച്ചത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആലപ്പുഴയിലുള്ള ആൾക്കാരെ ഇതിൻ്റെ ഫാസിലിൻ്റെ മകൻ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുന്ന പോലെ കൊറിയയിലുള്ള ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് ഹൗ ഈസ് യുവർ ഫഹദ് ഫാസിൽ. അയാൾ എന്നിട്ട് പറഞ്ഞു, ഈസ് എ ബ്രില്യൻറ്റ് ആർട്ടിസ്റ്റ് ദാറ്റ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് എന്നുകൂടെ പറയുന്നു. അപ്പോൾ മലയാള സിനിമ അതിർത്തികളൊക്കെ കടന്ന് ലോകോത്തരമാകുന്ന ഏറ്റവും അത്ഭുതകരമായ കാഴ്ചയ്ക്കാണ് നമ്മൾ ഈ കാലത്ത് സാക്ഷ്യം വഹിക്കുന്നത്. സിദ്ദിഖിനെ പോലെ ഇരുത്തം വന്ന എത്രയോ നടന്മാർ നമുക്ക് മലയാള സിനിമയിലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പുതിയ നടന്മാരെയൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടെ ആദരിക്കുന്നു. കാരണം മലയാള സിനിമ യഥാർത്ഥമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം. ലിജീഷ് കുമാറിൻ്റെ ഈ സൃഷ്ടി മലയാളികളും മലയാളത്തിനപ്പുറമുള്ള നമ്മുടെ പ്രേക്ഷകരും ഒക്കെ ആസ്വദിക്കട്ടെ. അതിൽ ആമിറിൻ്റെ ഈ പ്രൊഡക്ഷൻ കമ്പനിയും അതേപോലെ നമ്മുടെ ബാക്ക് ബോണായ നമ്മുടെ മന്മഥേട്ടനും ഒക്കെ നല്ല ദിവസങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവിധ ഭാവങ്ങളും. ഗുഡ് ബൈ. ശ്രീകണ്ഠൻ സാർ ഒരു മൊമെന്റോ കൊടുത്ത് നമ്മളുടെ വൺ ഓഫ് അവർ ക്രൂ മെമ്പേഴ്സിനെ ആദരിക്കുകയാണ്. ഇൻഫാക്ട് കുറേ അധികം ആൾക്കാർ ഈ ഒരു ജേർണിയിൽ നമ്മളുടെ കൂടിയുണ്ട്. സ്പാർട്ടൻ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്. അതിൽ നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടർ ആദ്യമായി ഒരു പ്രൊഡ്യൂസറായിട്ട് ഒരു സിനിമയിൽ എത്തുകയാണ്. അത് പ്രേം പാറ്റ എന്ന സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ സിനിമയാണ്. അത് മറ്റാരുമല്ല, നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സെലിബ്രിറ്റി മ്യൂസിക് ഡയറക്ടർ അങ്കിത് മേനനാണ്. Can we give it up for Ankit? Ankit, can you join us on stage? അൽവ കണ്ണാളെ എന്ന പാട്ടും ഹേ ബനാനെ എന്ന പാട്ടും ഒക്കെ ചെയ്തത് അങ്കിത് ആണ്. ആൻഡ് നൗ ഹീസ് വെയറിംഗ് ദ ഹാറ്റ് ഓഫ് എ കോ-പ്രൊഡ്യൂസർ. ശ്രീകണ്ഠൻ സാർ ഒരു മെമെന്റോ അങ്കിത്തിന് നൽകി. വി വെൽക്കം യു ടു പ്രേം പാറ്റ ആൻഡ് താങ്ക് യു ഫോർ യുവർ അസോസിയേഷൻ. പാട്ടുകൾ കൊണ്ട് സിനിമകൾ വ്യത്യസ്തമാക്കിയ മ്യൂസിക് ഡയറക്ടർ അങ്കിത് ഇനി കോ-പ്രൊഡ്യൂസർ ഹാറ്റുമായി ഈ സിനിമയിൽ കൂടെ ഉണ്ടാവും. അപ്പൊ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ജേർണി തന്നെയാവും. താങ്ക് യു ശ്രീകണ്ഠൻ സർ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. നല്ലൊരു ഗൈഡ് കൊടുക്കാം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാറിന്. അങ്കിത്, ഐ എം ഷുവർ ഈ ഒരു അവസരത്തിൽ യു ഹാവ് ലോട്ട്സ് ടു സേ. ഈ മ്യൂസിക് ഡയറക്ട് ചെയ്യുന്ന പ്രൊഡ്യൂസറായ അധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഹാപ്പൻസ് എ ലോട്ട്, ബട്ട് വെൽക്കം ആൻഡ് ടെൽ us എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം? First of all, namaskara എല്ലാവർക്കും. And nice to meet you. I've seen you all on television for a long time. It's really nice to see you here on stage. ഇവിടെ ഇത് എന്തിനാ കോ-പ്രൊഡ്യൂസർ ആവാൻ കൂടുതൽ ചിന്തിച്ചില്ല, അതുകൊണ്ടാണ് കോ-പ്രൊഡ്യൂസർ ആവാൻ തീരുമാനിച്ചത്. I'm a big filmmaking fan. അപ്പോൾ just to confine myself with music is okay, it's a part of what I do. അപ്പോൾ ഈ പാട്ടിനെ എങ്ങനെ കൂടുതൽ സ്ട്രീംസിൽ ചാനലൈസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയപ്പോൾ ആൻഡ് ദെൻ ആമിർ ഇസ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് മൈൻ. സോ ഇഫ് ഹീസ് ഡൂയിങ് എ ഫിലിം, പുള്ളി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയും ഓക്കെ യെസ് കറക്റ്റ്. സോ അങ്ങനെ കൂടുതൽ ചിന്തിച്ചിട്ടില്ല. ആൻഡ് യാ ഇറ്റ്സ് ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ്. അങ്കിത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തപ്പോൾ വർക്ക് ചെയ്തിട്ടില്ലേ? അതുപോലെ ഇതൊക്കെ ചെയ്ത് ഇതും വർക്ക് ചെയ്യും അല്ലേ? പക്ഷെ അങ്കിത്തിന് എവിടെ കേട്ടപ്പോൾ വി ഹാഡ് എ ബിഗ് റിക്വസ്റ്റ് ഫ്രം ഞങ്ങളുടെ ഈ സൈഡ് ഓഫ് ടീം, മ്യൂസിക്
ഇത്രയും ചെയ്ത് ഇത്രയും സൂപ്പർ ഹിറ്റായ ജെൻസി പാട്ടുകളൊക്കെ ചെയ്ത് അങ്കിത് കോ പ്രൊഡ്യൂസർ ആവുമ്പോൾ പ്രേം പാറ്റയുടെ ഈ സ്റ്റേജിൽ നമുക്ക് വേണ്ടി സോങ് എ ഫ്യൂ ലൈൻസ് വി വുഡ് അല്ലേ ഒന്ന് കൈയടിച്ചു കൊടുത്താൽ അങ്കിത് മേ ബി വിൽ ഹെൽപ്പ് us out പ്ലീസ്. ലാസ്റ്റ് ഇപ്പം ഇറങ്ങിയ പാട്ട് തന്നെ പാടാം. I'll sing 2 lines. ഹോ ഹൽവ കണ്ണാലെ സൽവാർ ചണ്ടാലെ വൽവാല ദേവൻ ഞാൻ സെൽവാക്ക് ഇല്ലാതെ ഉള്ളിക്കുള്ളാലെ നിന്നെ കണ്ടാലെ തന്നാലെ വാക്ക് തീർന്ന് നീ അകലെ അകലെ ചരട് മുറിഞ്ഞ പട്ടം ഞാൻ ചുവട് കറങ്ങി മറന്ന പരിസരം ഇന്നാറടി മണ്ണിൽ കുഴിച്ചു മൂടണോ ഇഷ്ടം ഞാൻ ജനിച്ചേ മരിച്ചേ പലവട്ടം. Not easy, but thank you so much, Ankit, and your co-producer, Prem Pata, and the studio outsiders in a film. We are so excited to see you, and we wish you the very best. Give him a loud round of applause. All the best for all the songs that you do as well. നമ്മളുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി വണ്ടർഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, വെൽ വിഷേഴ്സ് ഉണ്ട്, ഗസ്റ്റ് ഉണ്ട്. റിപ്പോർട്ടർ ടി വിയുടെ എല്ലാമായ എമറാജ് ഗ്രൂപ്പിൻ്റെയും റിപ്പോർട്ടർ ടി വിയുടെയും മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ ആന്റോ അഗസ്റ്റിൻ. I believe he was supposed to be with us. Anto sir. അടുത്തതായി അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് നോട്ട് ഹിയർ വിത്ത് us. അദ്ദേഹം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ എത്തുമെന്നാണ് ഇപ്പം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഓഫ് കോഴ്സ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പുതിയ സിനിമ തുടങ്ങുമ്പം വി ആർ വെരി ബ്ലെസ്ഡ് ടു ഹാവ് ദ ലെജൻഡറി റൈറ്റർ, നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ ബെന്യാമിൻ ഹിയർ വിത്ത് us. ബെന്യാമിൻ സാറിനെ ഈ ഒരു അവസരത്തിൽ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലൊരു കൈഡിയോടെ അദ്ദേഹത്തെ വിളിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് മതി ആൾക്കാർക്ക് ആരാണെന്ന് മനസ്സിലാവാൻ. അദ്ദേഹത്തിൻ്റെ പേരിനെക്കാട്ടും കൂടുതൽ ഒരുപക്ഷെ ആടുജീവിതം അല്ലെങ്കിൽ ഗോഡ്സ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആടുജീവിതത്തിലൂടെ അല്ലെങ്കിൽ ക്രിസ്റ്റിയിലൂടെ മലയാള സിനിമ കണ്ട ഒരു എഴുത്തുകാരനായി മാറിയ ഒരു എഴുത്തുകാരനാണ് ശ്രീ ബെന്യാമിൻ. ഹലോ സർ, സോ വണ്ടർഫുൾ ടു മീറ്റ് യു. നമസ്കാരം. പ്രേം പാറ്റ എന്ന ഒരു പുതിയ സിനിമ, പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് ഇന്നിവിടെ ലോഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായി നമ്മളുടെ മലയാള സിനിമയ്ക്ക് ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സാറും ഒരു എഴുത്തുകാരനായ താങ്കൾ മലയാള സിനിമയിലേക്ക് എത്തി. ആടുജീവിതം എന്ന് പറഞ്ഞ വളരെ പേര് കേട്ട ഒരു പുസ്തകം കുറച്ചുകൂടെ എല്ലാവരുടെയും മനസ്സിനടുത്തേക്ക് എത്തും. അപ്പോൾ സിനിമയുടെ ഒരു ശക്തി എത്രയധികം ഉണ്ടെന്ന് വളരെ അടുത്തറിയാവുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പം ഇവിടെ നിൽക്കുമ്പം എന്താണ് സാറിന് നമ്മളോടൊക്കെ പറയാൻ തോന്നുന്നത്? എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കൾ ഇതിൻ്റെ ഭാഗമാവുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ വളരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന 2 പേർ, അമീറും ലിജീഷും ഒത്തുചേർന്ന് ഒരു സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അമീറിൻ്റെ സിനിമ ആയിഷ കണ്ടിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ അമീറിനെ എനിക്ക് അത്ര പരിചയമുണ്ടായിരുന്ന ഒരാളായിരുന്നില്ല. ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. അത്രമേൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന തരത്തിൽ. പിന്നീട് ഇടി കൂടി വന്നപ്പോൾ മലയാള സിനിമയിൽ എങ്ങനെയാണ് സിനിമ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു നിന്ന ഒരു ഡയറക്ടറാണ്. വലിയ സന്തോഷമുണ്ട് അമീർ 3ാമത് ഒരു സിനിമയുമായി നമ്മൾക്കിടയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത്. ലിജീഷിനെ സംബന്ധിച്ചാണെങ്കിൽ ലിജീഷും ഞാനും തമ്മിൽ പരിചയപ്പെട്ടത് എന്നാണെന്ന് ഓർമ്മയേ ഇല്ലാത്ത വിധം സൗഹൃദമുള്ള 2 പേരാണ്. ലിജീഷ് യഥാർത്ഥത്തിൽ അധ്യാപകനാണ്, മറ്റനേകം കാര്യങ്ങൾ നിൽക്കുന്ന ആളാണ്. പക്ഷേ ലിജീഷിൻ്റെ ഹൃദയത്തിലുടനീളം എല്ലാ കാലത്തും സിനിമയും നോവലും ഒക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് എനിക്കറിയാം. എപ്പോഴൊക്കെ ലിജീഷ് കാണുമ്പോഴും പുതിയ കഥകളെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് സൈലം പോലുള്ള വലിയ പദ്ധതികളുമായിട്ട് അദ്ദേഹം പോയെങ്കിലും എനിക്കറിയാമായിരുന്നു ഏതെങ്കിലും ഒരു നിമിഷം ലിജീഷ് വീണ്ടും തൻ്റെ സ്വപ്നമായ സിനിമയിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും എന്ന്. ലിജീഷിനോടുള്ള നമുക്കൊക്കെയുള്ള ഇഷ്ടമെന്ന് പറയുന്നത് എഴുതുന്നതെന്തും ഹൃദയത്തിൽ നിന്ന് ആയിത്തീരുകയും നമ്മളെ വല്ലാതെ തൊടുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് ലിജീഷ്. അദ്ദേഹത്തിൻ്റെ ഗുജറാത്ത് എന്ന് പറയുന്ന നോവലുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങളൊക്കെ വായിച്ചിഷ്ടപ്പെട്ടുള്ള കഞ്ചാവ് എന്ന് പറയുന്ന
പുസ്തകമുണ്ട്, വർത്തമാന പുസ്തകമുണ്ട്. അങ്ങനെ എല്ലാ പുസ്തകങ്ങളിലും ഹൃദയം തൊട്ടെഴുതുകയും നമ്മളെ കയ്യിലെടുക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിശ്ചയമായിട്ടും ഒരു പുതിയ കഥയുമായി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഹൃദയത്തെ തൊടുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പ്രൊഡക്ഷൻ ഹൗസ് അമീർ ഏറ്റെടുത്തത് എനിക്ക് തോന്നുന്നു രജീഷിൻ്റെ കഥ കണ്ടിട്ട് തന്നെയാണ്. ആ കഥയായിരിക്കും നിശ്ചയമായിട്ടും എൻ്റെ ഗ്യാരണ്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ വെറുതെ അമീർ അങ്ങ് ചാടി വീഴുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കാൻ വയ്യല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കഥ സത്യം പറഞ്ഞാൽ രജീഷ് കുറേ ഭാഗങ്ങളൊക്കെ എന്നോടൊന്ന് രഹസ്യത്തിലൊന്ന് സൂചിപ്പിച്ചു. നല്ല ത്രില്ലിങ്ങായ ഒരു രസമുള്ള ക്യാമ്പസ് സ്റ്റോറിയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വലിയ ആശംസകൾ നേരുന്നു. വലിയ പറഞ്ഞതുപോലെ വലിയ ഗ്രൂപ്പിൻ്റെ ഒരു വലിയ പിന്തുണയുണ്ട് ഈ പ്രൊഡക്ഷൻ ഹൗസിനും ഈ സിനിമയ്ക്കും. പ്രേംപാറ്റ വളരെ മനോഹരമായ പേരാണ്, നിങ്ങൾക്കാർക്കും അറിയാവുന്നതുപോലെ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ പേരും ഒരു കഥയുടെ പേരും കൂടിയാണ്. അത് ഒരു പ്രണയ കഥയാണ്. അത് പുതിയ കാലത്തിലെ പ്രേംപാറ്റയെ നമ്മൾ ഈ സിനിമയിലൂടെ കാണുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രേംപാറ്റയ്ക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ വന്നുകൂടി എല്ലാവരെയും ഹൃദയത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഒരു മെമെന്റോ നൽകി ബെന്യാമിൻ സാർ ആദരിക്കാൻ വേണ്ടിയാണ്. സിദ്ദിഖേട്ടനും ഈ സിനിമയിൽ ഒരു ഭാഗമായിട്ടുണ്ട് എന്ന് കേട്ടു. ആ മെമെന്റോ സിദ്ദിഖ്. നല്ലൊരു ഐഡിയ ആവാം. താങ്ക് യു സോ മച്ച് ബെന്യാമിൻ സർ. വലിയ സന്തോഷമുണ്ട്. എനിക്കൊരു അഭിമാന നിമിഷം കൂടിയാണ്. ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമുണ്ട്. എൻ്റെ ഏത് നോവൽ ഇറങ്ങിയാലും വായിച്ചിട്ട് ആദ്യം വിളിക്കുന്ന വലിയ മനുഷ്യനാണ്. മലയാള സിനിമയിലെ വലിയ തിരക്കുകൾക്കിടയിലും ഇത്രയധികം വായന എങ്ങനെ കൊണ്ടു നടക്കുന്നു എനിക്ക് വലിയ അത്ഭുതമുണ്ട്. വലിയ സന്തോഷം. എൻ്റെ ഒരു അഭിമാന നിമിഷമായി ഞാനത് കാണുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു വളരെ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ സാധിച്ചതിൻ്റെ അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ട്. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ലോഞ്ചാണെന്ന്. അവരുടെ ആദ്യത്തെ പ്രോജക്റ്റാണ് പ്രേംപാറ്റ എന്ന് പറയുന്ന സിനിമ. ആമിർ ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ആദ്യം കഥ പറയാൻ വരുന്നു എൻ്റെ അടുത്ത്. ഇതിൻ്റെ കഥ പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇത്രയും ഒരു വലിയ വേഷമാണ്, അതല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കഥ കേട്ട് അത്രയും നല്ല കഥാപാത്രത്തെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്യാമ്പസ് പ്രണയം, ആ ക്യാമ്പസ് പ്രണയത്തിൻ്റെ കഥ പറയുന്നൊരു സിനിമയിലൊക്കെ എനിക്കെന്തായിരിക്കും പങ്കെന്നൊക്കെ ഞാനും ആലോചിച്ചിരുന്നു. നിങ്ങളിപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ആ സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇന്നത്തെ ഈ ഫംഗ്ഷന് വേണ്ടി നമുക്ക് അയച്ച ക്ഷണക്കത്ത് വായിക്കുമ്പോൾ മുതൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഒരു വ്യത്യസ്തമായ ചിന്താഗതി എങ്ങനെയാണ്. സാധാരണ ക്ഷണക്കത്ത് പോലെയല്ല ആ ക്ഷണക്കത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്, അതുപോലെ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് പ്രേംപാറ്റ. അതൊക്കെ ആമിറിൻ്റെയും ലിജീഷിൻ്റെയും ഒരു വ്യത്യസ്തമായ ചിന്തകളാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഈ സിനിമയുടെ പ്രമേയവും. ഈ സിനിമയും നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കഥയുമായിട്ടാണ് ആമിറും ലിജീഷും ഈ സിനിമയിലേക്ക് വരുന്നത്. അത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. അതുപോലെ ആമിറിൻ്റെ മുൻ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. 2 സിനിമകളും കണ്ട് ആമിറിൻ്റെ ഒരു സംവിധാനം മികവും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുമ്പോൾ മറ്റ് പലരും ഒരു സർക്കാസ്റ്റിക്കായിട്ടൊക്കെ എങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് അത് ആമിർ ഏറ്റെടുക്കുന്നത്. അതിന് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു ബാധ്യത മാത്രം ഏറ്റെടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വേണമെങ്കിൽ ആമിർ ഒരു സിനിമയുടെ സംവിധായകനാകാം. പക്ഷെ അതല്ല, ഇതിൻ്റെ നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ ആ പറഞ്ഞ ബഡ്ജറ്റിൽ തീർക്കാനും അത് പറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ സിനിമ തീർക്കാനും ഒക്കെ ഉള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ആമിർ ഏറ്റെടുക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഇനി വരുന്ന സംവിധായകരും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. കാരണം ഒരു സംവിധായകൻ്റെ കയ്യിലാണ് ഈ സിനിമ. അപ്പോൾ അത് നിർമ്മാണ ചുമതല കൂടി അദ്ദേഹത്തിൻ്റെ ചുമലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ കൂടുതലൊരു ഉത്തരവാദിത്വം ഉണ്ടാവും. ആ സിനിമ കൂടുതൽ നന്നാവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. ലിജീഷ് വളരെ വ്യത്യസ്തമായ കഥയാണ്. ലിജീഷ് പിന്നീട് 1-2 മറ്റ് കഥകൾ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം നമുക്ക്
വളരെയധികം സന്തോഷം തോന്നുന്ന, നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോട് കൂടിയ റൈറ്ററാണ് അദ്ദേഹം. സിനിമയിൽ ഇതൊരു നല്ല തുടക്കമാണ്. നമ്മൾ അടുത്ത കൊല്ലം ഈ സമയത്ത് നമ്മളോട് നിൽക്കുമ്പോൾ ലിജീഷിൻ്റെ ഒരു അവസ്ഥ ഇതായിരിക്കില്ല. മറ്റൊരു ലെവലിലേക്ക് ലിജീഷ് തീർച്ചയായിട്ടും വളർന്നിട്ടുണ്ടാവും. വലിയൊരു എഴുത്തുകാരനായി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും. ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ബെന്യാമിൻ പറഞ്ഞ പോലെ വളരെ ദീർഘകാലമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണ്. ഞാൻ ബെന്യാമിൻ്റെ ഏറ്റവും അവസാനം വായിച്ച നോവലാണ് ആടുജീവിതം. അതിനേക്കാൾ മുമ്പ് ഞാൻ ആദ്യം മഞ്ഞ വെയിൽ മരണങ്ങളാണ് ആദ്യം വായിക്കുന്നത്. പിന്നീട് മുല്ലപ്പൂ നിറമുള്ള പകലുകളും ഒരു അറേബ്യൻ നോവൽ ഫാക്ടറി ഒക്കെ വായിച്ചിട്ടുണ്ട്. അത് വ്യത്യസ്തമായ വളരെ ഒരു രീതിയിലാണ് ബെന്യാമിൻ എഴുതിയിട്ടുള്ളത്. ആടുജീവിതം വായിക്കാൻ വൈകിപ്പോയത് അത് എങ്ങും കിട്ടാനുണ്ടായിരുന്നില്ല. എവിടെ അന്വേഷിച്ചിട്ടും എനിക്ക് ആ പുസ്തകം കിട്ടിയിരുന്നില്ല. പിന്നെ എനിക്ക് ബെന്യാമിൻ തന്നെയാണ് ആ ഒരു പതിപ്പ് തന്നത്. പിന്നെ എനിക്ക് ബെന്യാമിൻ ആദ്യം എഴുതിയ അഭിഷേകൻ എന്ന നോവൽ തന്നു. അപ്പോൾ നിങ്ങളെപ്പോലെയൊക്കെ ഞാനും ബെന്യാമിൻ്റെ ഒരു വലിയ ആരാധകനാണ്. അദ്ദേഹത്തെയും ഈ വേദിയിൽ ഒപ്പം നിർത്താൻ കഴിഞ്ഞതിൽ വളരെ വലിയ സന്തോഷം. പിന്നെ രഞ്ജിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു. ശ്രദ്ധിക്കേണ്ട പോലെ ബെന്യാമിൻ സർ, താങ്ക് യു സോ മച്ച്. സിദ്ദിഖേട്ടൻ ഒരു ചെറിയൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ നിറവേറ്റി കൊടുക്കുകയാണ്. ബെന്യാമിൻ സാറിന് ഒരു മെമെന്റോ ഇവിടെ കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം പേര് എഴുതിയത് നമ്മുടെയിലുണ്ട്. നമുക്ക് എക്സ്ട്രാ എടുത്തിടണം തരാൻ ചേട്ടാ. ബെന്യാമിൻ സാറിന്റെ ഈ ഒരു മോമെന്റ് മറക്കാതെ ഇരിക്കാൻ സിദ്ദിഖേട്ടൻ്റെ ഒരു ആഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ ഒരു ആരാധനയുടെ ഒരു പ്രതീകം കൂടിയാണ്. നല്ലൊരു കൈഡി കൊടുക്കാം. 2 of the most wonderful legendary creative souls from മലയാളം. സിദ്ദിഖേട്ടൻ ഇപ്പം മലയാളം സിനിമയിൽ വന്നിട്ട് ഒരു 40 വർഷം തികഞ്ഞു അല്ലെ ഈ വർഷം. ഒരു കൈയടിച്ച നന്നായിട്ട് 40 years in മലയാളം സിനിമ. ദാറ്റ്സ് ക്രേസി. അപ്പം ഈ പ്രേം പാറ്റ എന്ന സിനിമയിലും ചേട്ടൻ്റെ ഒരു റോളിലുണ്ട്. പക്ഷെ എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇവരുടെ. ഈ പ്രേം പാറ്റ എന്ന് പറയുമ്പം ഇതിലൊരു നായകനും നായികയൊക്കെ വേണ്ടേ? അപ്പൊ ആ നായകനെ ഒന്ന് വെൽക്കം ചെയ്തൊരു മെമെന്റോ കൊടുത്ത് എല്ലാവർക്കും പരിചയപ്പെടുത്താം. നമുക്ക് ഈ ഒരു അവസരത്തിൽ ചേട്ടനൊരു മെമെന്റോ കൊടുത്ത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്ന ഈ പ്രൊഡക്ഷൻ കമ്പനി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സിനിമ പ്രേം പാറ്റയിൽ നായകനായി എത്തുന്നത് മറ്റാരുമല്ല, ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ ജോമോൻ ജ്യോതി. നായക വേഷത്തിലാണ് ജോമോൻ ഇതിലെത്തുന്നത്. ജോമോന്റെ കൂടെ ലീഡ് ചെയ്യുന്ന യൂത്ത് ആർട്ടിസ്റ്റുകളിലും ഈ സിനിമയിലുണ്ട്. മോനെ, കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു മൈക്ക് എടുത്ത് പ്രേം പാറ്റയുടെ ഭാഗമാകുന്നതിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസും ഞങ്ങളോടൊന്ന് ജോമോൻ ഷെയർ ചെയ്യണം. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കധികം സംസാരിക്കാൻ അറിയില്ല കേട്ടോ. അഭിനയിക്കാൻ അറിയാലോ, അപ്പൊ നീ ചിരിച്ചോളൂ, കുഴപ്പമില്ല. അത്ര ഉള്ളു. ആരും സംസാരിക്കുന്നില്ലല്ലോ. എനിക്ക് എന്തോരം പേരുടെ ലിസ്റ്റാ പെട്ടെന്ന് തീരും. ശരിയാ. സിദ്ദിഖേട്ടാ, ഈ കുറച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ജോമോൻ. അതെ, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയിൽ നിന്ന് എന്താ ഒരു പ്രേം പാറ്റ എന്തെങ്കിലും ഞങ്ങൾക്ക് ക്ലൂതാ? ഈ സിനിമ എന്താ? അത് അമീറേട്ടൻ പറഞ്ഞു, ഒരു അക്ഷരം പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അക്ഷരം പോലും പറയാൻ പറ്റില്ല അല്ലെ? ഒരു ക്ലൂ, റൊമാൻസ്. പിന്നെ എവിടെയോ ഞാൻ വായിച്ചു NSS ക്യാമ്പ്. കറക്റ്റ് അല്ലേ? NSS ക്യാമ്പിലുള്ള കുറച്ച് ആൾക്കാർ. അവിടേക്കാണോ നിങ്ങൾ? അവിടെയാണ് പണം നടക്കുന്നത്. രഞ്ജനി, അത്രയൊക്കെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. NSS ക്യാമ്പും എന്തെങ്കിലും പറയാം, ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞതാ. ജോമോൻ ഇവിടെ നമ്മളിപ്പോ ഒരു സദസ്സിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നതിന്റെ ഒരു ചെറിയൊരു സഭാകമ്പമാണ്. അതൊരു കുറച്ച് സിനിമകൾ കൂടെ കഴിയുമ്പോൾ അത് മാറും. അപ്പോൾ ഒരുപാട് സംസാരിക്കാൻ പറ്റും. എന്നാലും ഈ ഒരു അവസരത്തിൽ ഈ സിനിമയെ പറ്റി അല്ലെങ്കിൽ ഈ സിനിമയിൽ ഒരു അവസരം ലഭിച്ചതിനെ പറ്റി 2 വാക്ക് പറഞ്ഞേക്കാം. അപ്പൊ രഞ്ജനിയുടെ വിഷമം പറഞ്ഞു. അതിലേ അതിന് പ്രധാന കാരണം ഈ സിനിമയിലെ ക്യാരക്ടറും കഥയും ജോമോൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അത് പറഞ്ഞത് മുതൽ അത് ഉൾക്കൊണ്ട് വെക്കുക. ഈ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ക്യാരക്ടർ. അതെ, അന്ന് ആ കഥ പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ജോമോൻ ഇങ്ങനെയാണ്. അതിങ്ങനെ തന്നെ സിനിമ കഴിയുന്നവരെ ഉണ്ടാവുന്നതാണ് നല്ലത്. എന്നാലും 2 വാക്കൊക്കെ പറയാം ഈ ഒരു ആരോഗ്യമൊക്കെ വെച്ച്. ഇങ്ങനത്തെ ഒരു അവതാരക ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അല്ല, സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് ഞാൻ മാത്രമല്ല, ഇതിൽ ഒരുപാട് പേരുണ്ട്.
എല്ലാവരും ഹാപ്പിയാണ്. ഒരുപാട് പേരെ ഞാൻ വിളിക്കട്ടെ, നീ കുറച്ചുകൂടെ കോൺഫിഡൻസ് വരുമോ? ഇവനെ തന്നെ ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ കാണണം, അപ്പൊ മാറും, ഫുൾ രൂപമാവും. He'll be like actor, star. Can't wait. Okay, let it happen. Junes P. Safboy, പണി സിനിമയിലെ വില്ലനായിട്ടാണ് കാണുന്നത്. വാമനെ ടിസ് തോമസ്, ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് ശേഷം ഇവിടെ പ്രേം പാർട്ടിയിൽ ഇന്നസെന്റ്, നമ്മുടെ ഇന്നസെന്റ് ഏട്ടന്റെ കൊച്ചുമോനാണ്. സൽമാനുൽ ഫരീസി, വിഘ്നേഷ് ആർ, അശ്വിൻ വിജയൻ. എല്ലാവർക്കും മെമ്മന്റോ ഉണ്ട്. മെമ്മന്റോ സിദ്ദിഖേട്ടൻ കൊടുക്കും. സിദ്ദിഖേട്ടാ, എല്ലാവർക്കും മെമ്മന്റോ കൊടുക്കണം. നമ്മള് അവർ ഒരുമിച്ച് കൂട്ടത്തോടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ നിറഞ്ഞു നിൽക്കും എന്ന് ഞാൻ വിചാരിച്ചു. ജുനൈസ് കഴിഞ്ഞ് ടിസ് തോമസ്. ടിസ് തോമസ്, അത് കഴിഞ്ഞ് ഇന്നസെന്റ്, അടുത്തത് ഇന്നസെന്റ്. ഇന്നസെന്റ് ഏട്ടന്റെ കൊച്ചുമോനാണ് ഇന്നസെന്റ്, ജൂനിയർ ഇന്നസെന്റ്. സൽമാനുൽ ഫരീസി. സൽമാനുൽ ഫരീസി, കുറെ യങ് ബോയ്സ്. ഇത്രയും ബോയ്സിനോട് NSS ക്യാമ്പിൽ ഇട്ട് എന്ത് സംഭവിക്കും ഊഹിച്ചോളൂ. വിഘ്നേഷ് ആർ. വിഘ്നേഷ് ആർ. Alright. അശ്വിൻ വിജയൻ. അശ്വിൻ വിജയൻ. ആൻഡ് ഇതിന്റെ ഭാഗമായി മറ്റൊരാൾ കൂടി ഉണ്ട്, ഹനാൻ ഷാ. അൺഫോർച്ചുനേറ്റ്ലി ഹനാന് നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. ഫുട്ബോൾ സൂപ്പർ ലീഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഹനാൻ. സോ ഇതാണ് നമ്മളുടെ ബോയ്സ് ക്രൂ. ജോമോൻ ജ്യോതിറും സംഘവും ആയിട്ട് പ്രേം പാറ്റയിൽ എത്തുന്ന ചെറുപ്പക്കാർ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് സംസാരിക്കാൻ. ജുനൈസ് തുടങ്ങിക്കോ, എന്നിട്ട് മൈക്ക് പാസ് ചെയ്ത് പോണേ. എല്ലാവർക്കും നമസ്കാരം. അപ്പോ പണിയായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ പ്രേംപാറ്റ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് വില്ലൻ ഷെയ്ഡായിട്ട് ഒരു ബന്ധമില്ലാത്ത നേരെ ഓപ്പോസിറ്റുള്ള ഒരു നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ പണി പോലെ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. പിന്നെ ആമിർക്ക് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്, ലിജി ചേട്ടനെ അറിയാം. അപ്പോൾ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. പണി നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ടിസ് തോമസ് എന്നാണ്. ഞാനിപ്പം ഹൃദയപൂർവ്വത്തിൽ അഭിനയിച്ചു. അതിൽ ബിബിൻ ബാബു എന്നൊരു ക്യാരക്ടറായിരുന്നു. ഇത് എൻ്റെ 2ാമത്തെ സിനിമയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹൃദയപൂർവ്വത്തിലെ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച നല്ല കൈഡിയൊക്കെ കിട്ടിയ ഒരാളാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതിലും അതിനെക്കാട്ടും വലിയ കൈഡി ലഭിക്കുന്ന മൂമെന്റ്സ് ഉണ്ടാവട്ടെ മോനെ. ഇന്നസെന്റ്, ഞങ്ങൾക്കൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിലും. അതുപോലെ തന്നെ നമ്മുടെ അമീർക്കും ലിജീഷ് അങ്കിളിനോട് വലിയൊരു നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു സിനിമ ഇവിടെ ചെയ്യുന്നതിൽ. ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത്, 3rd ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അത്രേ ഉള്ളൂ എന്നെ പറ്റി പറയാം. അയ്യോ, ഓക്കെ, താങ്ക് യു. ഇവരെ കുറിച്ച് ചെറിയൊരു ഓർമ്മ പറയാം. ഇന്നസെന്റ് എപ്പോഴും കൊച്ചുമക്കളുടെ കാര്യം ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഇന്നസെന്റ് പറയാണ്, ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഈ വീട് മുഴുവൻ ഈ ക്രയോൺസ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി വരച്ച് അതിൻ്റെ മതിലുകളെല്ലാം ഇങ്ങനെ വൃത്തികേടാക്കിയിട്ടൊക്കെയാണ് ഫുള്ളായിട്ട്. അപ്പോൾ ഇന്നസെന്റ് അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്നസെന്റ് പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് പെയിൻറ് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് പെയിൻറ്റേഴ്സ് വന്നിട്ട് പെയിൻ്റൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് പെയിൻറ്റിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇന്നസെന്റ് നോക്കുമ്പോൾ ഇവനും മോളും അന്ന 2 പേരും കൂടെ നിൽക്കുക. അപ്പോൾ അന്ന ഇവനോട് പറയുന്നു, ഉണങ്ങിയിട്ടില്ല, നാളെ വരയ്ക്കാം. ഇവൻ എപ്പോൾ കണ്ടാലും എനിക്ക് ഓർമ്മ വരുന്നത് അതാണ്, ഉണങ്ങിയിട്ടില്ല, നാളെ വരയ്ക്കാം എന്ന് പറഞ്ഞ് അവൻ ഓർമ്മ. ഇന്നസെന്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയായിരുന്നു. ഇപ്പോൾ ഈ വേദിയിൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇന്നസെന്റിനെ പറ്റി പറയുമ്പോഴൊക്കെ നമുക്കങ്ങനെ, പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിൽ അത്രയും അധികം ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ അദ്ദേഹം എവിടെ ഇരുന്നെങ്കിലും ഇത് കാണുന്നുണ്ടാവും. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്യാപ്പ് നിലനിർത്താൻ അവനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Thank you, Siddhika. We definitely miss him. It's a moment. Salmanul Farisi, പറയൂ, പ്രേം പാറ്റയിൽ എങ്ങനെ എത്തി? ഹായ്, എൻ്റെ പേര് സൽമാൻ ഫാരിസ്. ഞാൻ ഓൾറെഡി സിദ്ദീഖ് സാറിനോട്, രാജേഷ് മാധവൻ സാറിനോടൊക്കെ ചെറിയ പരസ്യം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ്.
പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി NSS ക്യാമ്പ് കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. താങ്ക് യു. Thank you, Manu. All the best for the movie. Vignesh, congratulations on being a part of Prem Pata. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു വേദി വന്നിരിക്കുന്നത്. അതിൻ്റെതായിട്ടൊരു പേടിയുണ്ട് എനിക്ക്. അതൊക്കെ പൊക്കോളും മോനെ, ഞങ്ങളില്ലേ എന്താ പറയണമെന്ന് അറിഞ്ഞൂടാ. ഞാനാണ് ആദ്യമായിട്ട് കുറേ ഡയറക്ടർമാർക്ക് മെസ്സേജ് ഒക്കെ അയക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് രാത്രി ഒരു 2 മണി ആയപ്പോഴത്തേനും അമീർ സാറിന് ഇങ്ങനെ മെസ്സേജ് അയച്ച്. അപ്പം പിറ്റേ ദിവസം ആയപ്പോഴത്തേനും സാറ് റിപ്ലൈ വന്നു. അങ്ങനെ ഇച്ചിരി നാൾ കഴിഞ്ഞപ്പോഴാണ് സാറ് എന്നെ പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ച്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്ക് വേറൊരു പടം പോയ സമയത്തായിരുന്നു ഈ പടത്തിൽ നിന്നുള്ളൊരു കോള് വന്നത്. അപ്പോൾ ഇച്ചുകൂടി സന്തോഷമായി. എല്ലാ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ എൻ്റെ കൂട്ടുകാരെ എൻ്റെ ബാക്കിൽ നിൽപ്പുണ്ട്. അവർ കാരണമാണ് ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ കാരണം. ബാക്കിൽ അജു ബോങ്കോ, ഹരിഹരൻ, ആകാശ്, പിന്നെ എൻ്റെ അനിയൻ കണ്ണൂസ്, അവൻ വരാൻ സാധിച്ചില്ല. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കൂട്ടുകാരൊന്ന് ഫ്രണ്ടിൽ വന്നു കൈയടിച്ചോ, നിന്റെ കൂട്ടുകാരന് വേണ്ടി ഇവന് വേണ്ടി നല്ലൊരു കൈയടിച്ചോ അവിടെ. കൂട്ടുകാരനെ കൂടെ നിർത്തുന്നേ. ഒരു കെട്ടിപ്പിടിച്ചിട്ടെങ്കിലും പോ, ഒരു ഉമ്മയെങ്കിലും കൊടുത്തിട്ടോ നിന്റെ കൂട്ടുകാരന്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവര് ബാക്കി നിൽക്കുമ്പോ എനിക്ക് എന്തോ പോലാണ്. അതുകൊണ്ടാണ് കൂട്ടുകാരൻ. യു ആർ എ ഫ്രണ്ട്. താങ്ക് യു സർ. ഓക്കെ, അടുത്തത് അശ്വിൻ. അതല്ലേ അശ്വിൻ? അശ്വിൻ നീയാണ് അശ്വിൻ. ഞാനാണെന്നൊക്കെ. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഈ ഒരു സ്പേസിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ എന്നെ അർഹനാക്കിയ ആമിർക്കും ലിജീഷേട്ടനും വലിയൊരു നന്ദി പറയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വെറുപ്പിച്ച് ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ സിനിമയിലെ ഈ വേഷം. ഞാൻ ആമിർക്ക എനിക്ക് ആയിഷ സമയം തൊട്ട് അല്ലെങ്കിൽ ED സമയം തൊട്ട് അറിയാം. ആമിർക്കയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഒരു ദിവസം എന്നെ ഇങ്ങോട്ടേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആമിറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരാടാന്ന് ചോദിച്ചിട്ടാണ് ആദ്യം തന്നെ റിയാക്ട് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷം ആമിർക്ക ഇങ്ങനെ ഒരു സ്പേസിൽ ഇങ്ങനെ ഭയങ്കര ഫാനാണ്. ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു മൊമെൻറ്റോ വാങ്ങാനും ഇങ്ങനൊരു ഇത്രയും ആളുകളുടെ മുന്നിൽ നിൽക്കാനും പറ്റിയതിൽ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. ഈ സിനിമയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് അടിപൊളിയായിട്ട് പോകുന്നതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. നേരത്തെ പറഞ്ഞു ഹനാൻ ഷാ നമ്മളുടെ കൂടെ എത്തിയിട്ടില്ല. പക്ഷെ നമ്മുടെ കൂടെ വി ഓൾസോ ഹാവ് സാഫ് ബോയ്. ഹാനാൻ ഒരു സൗമ്യനാണെങ്കിലും സിനിമയിൽ ഇങ്ങനെയാണോ നീ വരാൻ പോകുന്നത്? അല്ലാതെ പറയാ. താങ്ക് യു സോ മച്ച്. ആമിർക്കേനെയും ലീഷേട്ടനെയും ഞാൻ ഒരു 2 മാസം മുന്നേ കാണണേ. ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഈ കഞ്ചാവ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടുണ്ട് ബുക്ക്. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ടോന്നായിരുന്നു എന്റെ മനസ്സിൽ. നിങ്ങൾ എന്താ വിചാരിച്ചെന്ന് എനിക്കറിയില്ല. അല്ല, ഞാനത് കാണുമ്പോൾ വിചാരിച്ചത് കഞ്ചാവിനെ കുറിച്ചുള്ള എന്തെങ്കിലും ആയിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ കണ്ടപാടതാ ചോദിച്ചത്, ഇത് ശരിക്കും കഞ്ചാവിനെ കുറിച്ചാണോ? ഇപ്പൊ പുള്ളി പറഞ്ഞല്ല, കഞ്ചാവിനെ കുറിച്ചല്ല, മനുഷ്യരെ മനസ്സിനെ പറ്റിയിട്ടുള്ള എന്താണെന്നാണ്. ഞാൻ അധികം ബുക്ക് അങ്ങനെ വായിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എവിടെ ഈ ബുക്ക് കാണുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് പുള്ളിക്ക് അയച്ചു കൊടുക്കും. കഞ്ചാവാണ് വായിച്ചു അല്ല, കഞ്ചാവിന്റെ ഫോട്ടോ അല്ല, കഞ്ചാവിന്റെ ബുക്കിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കും. അപ്പൊ എന്തായാലും ഇങ്ങനെ ഞാനും ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു 2-3 സിനിമകളായിട്ട് ഇങ്ങനെ തുടക്കക്കാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ +2 എന്തോ പഠിക്കുമ്പോൾ തണ്ണീർമത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അയ്യോ ഇങ്ങനെ കുറെ ആൾക്കാരുള്ള ഒരു പടത്തിലൊക്കെ വരാൻ പറ്റിയിരുന്നെങ്കിൽ. ഇപ്പൊ അങ്ങനത്തെ പടങ്ങൾ ഇങ്ങനെ വന്നു. സന്തോഷം. താങ്ക് യു അമൃത, പ്രൊഡക്ഷൻ എല്ലാവരും. ലീഷേട്ടാ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അമൃത് ഒരു യുവ താര നിരയാണ് ഇറക്കുമതി ചെയ്യുന്നത് പ്രോപ്പർലി. നമ്മളെ പിന്നെ സാധാരണ സിനിമയിൽ കണ്ടു ശീലിച്ചിട്ടുള്ള റോളുകളാണ് തൊട്ടടുത്ത സിനിമയിലേക്ക് നമ്മൾ അവരെ വിളിക്കുമ്പോഴും സ്വാഭാവികമായിട്ട് നമ്മൾ ഈ റോൾ ഇന്നാൾ ചെയ്താൽ നന്നായിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ജോമോൻ്റെതാണെങ്കിൽ ജോമോനാണ് ഈ സിനിമയുടെ ഹീറോ. അപ്പോൾ ജോമോനെ നമ്മൾക്ക് കണ്ട് പരിചയമുണ്ട്. ഏറ്റവും നന്നായി ഇക്കാലത്ത് ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ കൂടെ ചിരിപ്പിക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ ഫൺ ചെയ്യുന്ന കൂടുതൽ ആൾക്കാർക്ക് ജോമോനെ കാണുമ്പോൾ തന്നെ തിയേറ്ററിൽ ആൾക്കാർ ചിരിച്ചു തുടങ്ങുകയും കൈയടിക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ സിനിമയിലെ ജോമോൻ എന്ന് പറയുന്ന ജോമോൻ ചെയ്യുന്ന ക്യാരക്ടർ ജോമോൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു റീഇൻട്രൊഡ്യൂസിങ് ജോമോൻ ജ്യോതിർ എന്ന കോലത്തിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് പ്രേംപാറ്റ. അതാണ് ജോമോന് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്നാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ കൂടി പറയാനുള്ളത്. ദ സെയിം വേ ജുനൈസ്, നമുക്കറിയാം നമ്മളെല്ലാം ജോയിച്ചേട്ടൻ്റെ പണി എന്നുള്ള സിനിമയിൽ ജുനൈസ് ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയുന്ന ജുനൈസ് പണിയുടെ 7 അയലത്ത് പണിയെടുക്കൂല, അതൊന്ന്. രണ്ടാമത് അതിൻ്റെ 7 അയലത്ത് എത്താത്ത ഒരാളാണ്. അപ്പോൾ
അത് ശരിക്കും എന്താണോ ജുനൈസ്, ആ ജുനൈസിന് ശരിക്കും ഇതിൽ ജുനൈസിന്റെ സേഫ് സോണിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ജുനൈസിനെ ഏറ്റവും ആൾക്കാർക്കൊക്കെ കാണാൻ താല്പര്യമുള്ള, ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് സാഫിനെ കൂടെ ഞാൻ പറയുന്നുള്ളൂ, എല്ലാവരും കൂടി പറഞ്ഞിട്ട് ഞാൻ സമയം കളയുന്നില്ല. സാഫ് ഈ പറഞ്ഞ പോലെ ജോമോനോളം പ്രാധാന്യമുള്ള സാഫ്, ജുനൈസ്, അതുപോലെ തന്നെ ജോമോൻ എന്ന ഒരു ത്രയം ആയിട്ടാണ് ഈ ഒരു ക്യാമ്പസിനകത്ത് ഇവരുള്ളത്. തുല്യ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ് അത്. സാഫിനും കരിയറിലെ ഏറ്റവും നല്ല ക്യാരക്ടറുകളിൽ ഒന്നാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും സിദ്ദിഖ് ഏട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാള സിനിമയിലെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ്. കഴിഞ്ഞ 40 വർഷമായി എത്രയോ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ എത്തുന്നു. സിദ്ദിഖ് ഏട്ടൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെമന്റോ നൽകി പ്രേം പാറ്റയുടെ ഈ ഒരു സിനിമാ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അദ്ദേഹവും അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ നല്ലൊരു കൈഡി ഫോർ ദ യുവ താര നിര ഓഫ് പ്രേം പാറ്റ, ദ ബോയ്സ്. ഒരു ഫോട്ടോ എടുക്കും, ഒരുമിച്ച് നിന്ന് നല്ലൊരു ഫോട്ടോ എടുക്കും. LK. There we go. There we go. Studio Outsiders അവതരിപ്പിക്കുന്ന പ്രേം പാറ്റയിലെ the handsome young man and സിദ്ദിഖ് ഏട്ടൻ. യങ് ആണ്. Thank you so much സിദ്ദിഖ് ഏട്ടാ. Thank you so much boys. 2025 ഇവർ രണ്ടുപേരും 20 വർഷം പൂർത്തിയാക്കുന്നു. അതും ചുമ്മാ പൂർത്തിയാക്കുകയല്ല, മലയാള സിനിമയിൽ വളരെ സക്സസ്ഫുൾ ആയ നടന്മാർ എന്ന പേര് സ്വന്തമാക്കി അവരുടെ അമേസിംഗ്ലി ബ്രില്യൻറ്റ് അഭിനയത്തിലൂടെ നമ്മളുടെ എല്ലാവരുടെയും നെഞ്ചിൽ ഒരു പെർമനന്റ് സ്ഥാനം നേടിയ രണ്ട് വ്യക്തികളാണ്. ഓൾറെഡി നമ്മളുടെ ഫ്രണ്ടിൽ തന്നെ അവർ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ ദിവസം കൂടുതൽ സ്പെഷ്യൽ ആക്കുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട്. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് അവതരിപ്പിക്കുന്ന പ്രേം പാറ്റ എന്ന സിനിമയിൽ ഈ രണ്ട് വ്യക്തികളെയും വീണ്ടും ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റാരുമല്ല, let's give it up for the wonderful Mamta Mohandas and the fantastic Saiju Kurup. വേദിയിലേക്ക് രണ്ടുപേരെയും ക്ഷണിക്കുന്നു. ശ്രീ TD രാമകൃഷ്ണൻ സാർ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് മെമെന്റോ നൽകി ആദരിക്കുന്നു. നല്ലൊരു കൈഡി കൊടുക്കാം for both these wonderful actors. And for Mamta. Kayyadi evde, where is this? What is this? Okay. Thank you so much sir. Sir nirikam. Mamta and Saiju, actually നിങ്ങളെ രണ്ടുപേരെയും സെപ്പറേറ്റ്ലി വിളിക്കണം എന്നൊക്കെയായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. ബട്ട് ഇറ്റ്സ് സച്ച് എ മൊമെന്റസ് ഒക്കേഷൻ അല്ലേ? Ladies first, let's do it. Like I said, രണ്ടുപേരെയും സെപ്പറേറ്റ്ലി വിളിക്കേണ്ട അക്കംപ്ലിഷ്മെന്റ്സ് ഉള്ള ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ രണ്ടുപേരും. ബട്ട് ഇന്നത്തെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുമിച്ച് വീണ്ടും ഒരു ചിത്രത്തിൽ വരുമ്പോൾ, അതും 20 വർഷത്തെ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, tell us how was it being back? But before that, welcome to Prem Pata. Thank you very much. Thank you Ranjini. Actually today we need to be called together അല്ലേ? സൈജു ഞാനും 20 വർഷം മുമ്പാണ് ഈ ഒരു ജേർണി തുടങ്ങിയത് into Malayalam cinema. In fact, we haven't reached that day yet. It's in November. And very happy to be here. Thank you all for coming. ഈ 20 വർഷത്തിൻ്റെ ഒരു journey has been amazing and it's always been a challenge to win the hearts of Malayali audience, right? അപ്പം ഇന്ന് ഈ ഒരു ഒക്കേഷനിൽ I just want to say that I'm very happy to be a small part of this project. I'll go back to the inception of it because ആദ്യമായി ലിജീഷ് വെച്ചിട്ടാണ് ഇത് തുടങ്ങേണ്ടത്. because ലിജീഷ് who is a writer of this film, I know him for a few years now and ലിജീഷിൻ്റെ ചിരി എന്നും ഒരു തവണ ലിജീഷിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും ലിജീഷിൻ്റെ ചിരി മറക്കില്ല. ലിജീഷിൻ്റെ പേര് മറക്കുമായിരിക്കും, പക്ഷെ ചിരി മറക്കില്ല. It's a trap. It's a movie trap. So ലിജീഷ് എന്നെ വിളിച്ച് പറയാണ്, ഞാനൊരു കഥ പറയാം, ആ കഥ കേട്ടതിന് ശേഷം വേണ്ടാന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു നിങ്ങളാദ്യം കഥ പറ. ലിജീഷ് ഇസ് എ ബ്യൂട്ടിഫുൾ റൈറ്ററാണ്, ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട്, സിനിമകൾക്ക് കഥ ഐഡിയേറ്റ് ചെയ്തിട്ടുണ്ട്. I would call him an expressionist, and expressionistന്റെ exact definition നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ please go and yes, check the dictionary. He's an expressionist, and did I fall for it?
ഞാൻ മാത്രമല്ല കഥ നെറേറ്റ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് ദെൻ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഞാൻ പറഞ്ഞു, അല്ല കഥ കേട്ടിട്ട് വേണ്ടാന്ന് പറയാൻ തോന്നില്ലല്ലോ ലിജീഷ എന്ന് പറഞ്ഞു. ഈ കഥയിൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് സസ്പെൻസ്. ആമിർ വിൽ ഡെഫിനറ്റ്ലി നോട്ട് വോണ്ട് മീ ടു സേ എനിത്തിങ് അബൌട്ട് ഇറ്റ്. എല്ലാവരുടെ അടുത്തും മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ന്യൂ ജെൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ലെറ്റ്സ് റീലോഞ്ച് ജോമോൻ. Looking forward to it. And the entire cast. Saiju of course is there, but Siddika, very happy to be working with you again. So many familiar faces. I worked with Shaji, who's the cameraman for our film. Inna Shaji apne illa. Liston, thank you so much for being here and doing the launch of Studio Outsiders. Wishing you all the very best. The challenge of being at the helm of production is not a small feat. It's a big one, but I assure you that we are all in this together and we'll make it a beautiful journey. I just wanna, I guess that's about it. Vera onnu illa parayan. Amirinte vera projects njan kandittunde. I've seen your work and I hope we are able to ee cinemade ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആക്ച്വലി ഈ സിനിമയുടെ കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് മെയിൻ USP. സോ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് ബോൺസ് ഒരുപാടുണ്ട്. ആമിറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനസ്സുള്ള കൊലീഗ്സ് ഈ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉണ്ട്. സോ I'm sure that this film will not just not just Studio Outsiders enna perulladondana I'm like okay, it's going to it's not just what, when you say the word outsiders, it just brings me ഞാനിപ്പോൾ 2 വർഷമായിട്ട് I have been an outsider because I've been focused fully in Tamil cinema. 2 തമിഴ് സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം ഈ വർഷം ഒരു few months ago ആണ് ഞാൻ എൻ്റെ 2ാമത്തെ തമിഴ് സിനിമ ഫിനിഷ് ചെയ്തത്. And I was just hoping that ഈ വർഷം തീർച്ചയായിട്ടും വീണ്ടും ഞാനൊരു ഇൻസൈഡർ ആവണം. അപ്പോഴാണ് ഇതുപോലെ ഒരു കഥ, ഒരു നല്ലൊരു കഥയുമായിട്ട്, നല്ല കഥ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ലിജീഷ് നല്ലൊരു കഥയായിട്ട് മുന്നോട്ട് വന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ വർഷം തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും വിതൗട്ട് ബീങ് വേക്കൻറ്റ് ഫ്രം മലയാളം സ്ക്രീൻ ഫോർ എ ലോങ് ടൈം. ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. അപ്പം ഔട്ട്സൈഡ് ഉള്ള ആൾക്കാരെ അപ്പീൽ ചെയ്യാൻ ആസ് മലയാളം സിനിമ ഇസ് ഡൂയിങ് റിയലി റിയലി വെൽ വളരെ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ബിക്കോസ് ഇൻസൈഡേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ, നമ്മുടെ മലയാളീസിനെ കൊണ്ട് മലയാള സിനിമ ഇഷ്ടപ്പെടിപ്പിക്കാൻ ശരിക്കും ഈസി അല്ല. സോ our audience ഏറ്റവും ക്രിട്ടിക്കലാണ് ഓഫ് our stories, of our acting, and this is what makes us excel and cross boundaries. So I hope all you new gen kids who are sitting out here, I wish you all the very best. Let it be a mark in your career, let it be a huge leap. Wishing you all the very best from the bottom of my heart, and let's rock this film Prem Pata. Okay, handing over the mic to Saiju. You have one. എല്ലാവർക്കും നമസ്കാരം. രഞ്ജിനി എൻ്റെ ബാഡ്മിൻ്റൺ പട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് CBAയിൽ കളിച്ചായിരുന്നു. ഞാൻ സെലക്ഷന് പോകാത്തത് കൊണ്ട് എന്നെ അവർ സെലക്ട് ചെയ്തു. പോയിരുന്നെങ്കിൽ ചിലപ്പോൾ സെലക്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു. കമ്മിങ് ടു പ്രേം പാറ്റ, ലവ് കോക്രോച്ച്. നമ്മുടെ ആമിറിനെ എനിക്ക് നേരത്തെ അറിയാം. ആയേഷയുടെ ഒരു പാട്ട് യൂട്യൂബിൽ വന്നു, ഭയങ്കര രസമുള്ള പാട്ട്. പ്രഭുദേവ കമ്പോസ് ചെയ്യുന്നു, മഞ്ജു വാര്യർ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു. റാസൽ ഖൈമയിൽ ഷൂട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ ഹാരിസ് ദേശം പറഞ്ഞായിരുന്നു അവിടെ രാത്രികളിലൊക്കെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഈ പാട്ട് കണ്ടും കേട്ടും ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഹാരിസ് ദേശത്തിൻ്റെ കൂടെ ആമിറിനെ ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ ജാനകി ജാനയുടെ സെറ്റിൽ. കറക്റ്റ്. ആൻഡ് അമേസിങ് ഗായ്, വെരി സ്വീറ്റ് ഗായ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഞാൻ ഈഡിയും കണ്ടു. ഈഡി വേറൊരു ടൈപ്പ് ഓഫ് സിനിമ, സുരാജിൻ്റെ വേറൊരു പരിപാടിയും, ആ കഥ തന്നെ ഒരു വേറൊരു പരിപാടിയാണ്. അത് കാണണം കേട്ടോ. അത് നമ്മുടെ ഫാമിലിയിലൊക്കെ വേണമെങ്കിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഉഗ്രൻ കഥയാണ്. അതെ. അതിനുശേഷം ലിജീഷുമായിട്ട് നമ്മുടെ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഓഫീസിൽ വരുന്നു. ലിജീഷ്
നമ്മളെല്ലാവരും കണ്ടതുപോലെയും നമ്മളെല്ലാവരും സംസാരിച്ച പോലെയും മമത ഇപ്പോൾ പറഞ്ഞ പോലെയും എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആണ്. അദ്ദേഹം കഥ പറഞ്ഞു ഉണങ്ങിയപ്പോൾ തന്നെ പിന്നെ നമ്മുടെ കണ്ണുകൾ മാറില്ല. ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ ഉടക്കി മൊത്തം കഥ കേട്ടു. അപ്പൊ തന്നെ പിന്നെ തീരുമാനം ഞാൻ ആമിറിന്റെ പടമായതുകൊണ്ട് ഓൾറെഡി ഞാൻ ഇന്നായിരുന്നു. ബിക്കോസ് 2 പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. പിന്നെ കഥ കേൾക്കുക, അതിനകത്ത് കഥാപാത്രം എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ എല്ലാ ദിവസവും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ എനിക്ക് സപ്പോർട്ടിംഗ് റോള് തരൂ. ഞാൻ ഈ ഇന്റർവ്യൂസിലൊക്കെ കയറി പറയുന്നുണ്ട്, ആരും കേൾക്കുന്നില്ല ഇന്റർവ്യൂസൊക്കെ. അപ്പൊ യൂട്യൂബിലെ ഇന്റർവ്യൂസ് ഇപ്പൊ കുറെ ഇങ്ങനെ വരുന്നത് കൊണ്ടേ ആൾക്കാരൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു ലൈവൊക്കെ പോകാമെന്ന് വിചാരിച്ചു, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയില്. എനിക്ക് സപ്പോർട്ടിംഗ് റോള് കിട്ടുന്നില്ല. എല്ലാവരും എന്നെ നായകനാണ് ആക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു നായകനായിട്ടൊരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പൊ അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത് എന്നുവരെ ഈ വണ്ടി പോവും, ഈ വലിയ വണ്ടി? അപ്പൊ പാരലായിട്ട് നമ്മൾ ചെറിയ വണ്ടി സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള സാധനം കൊണ്ടുപോകണ്ടേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ മതത്തിലെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എല്ലാ മതത്തിലെയും ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരു സപ്പോർട്ടിംഗ് റോള് ദൈവത്തെ ഓർത്ത് തരൂ. അങ്ങനെ ആമേർ ഒരു സപ്പോർട്ടിംഗ് റോളുമായിട്ട് വന്നു. ആകാശ് വെള്ളത്തൂവൽ, അതാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര്. ഉഗ്രം കഥാപാത്രമാണ്. എന്തായാലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പൊളിക്കാൻ ചേട്ടന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല പൊളിക്കില്ലെന്ന്, പക്ഷെ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോണെന്ന്. അതെ അതെ. അപ്പൊ അങ്ങനെ ഇന്നിപ്പോ ഒരു മൊമെന്റോ കിട്ടി പ്രേം പാറ്റയുടെ. ഇതിനേക്കാളും വലിയൊരു മൊമെന്റോ ഈ പടം റിലീസായതിനു ശേഷം നമുക്ക് എല്ലാവർക്കും അത് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രേം പാറ്റയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഹീറോ ജോമോൻ ജ്യോതിർ ആൻഡ് ദ എൻറ്റയർ യങ്സ്റ്റേഴ്സ് ടീം. എനിക്ക് പലരെ അറിയാം. ജുനേസ് ഐ കോൾഡ് യു ആഫ്റ്റർ പണി. അശ്വനാഡിയർ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് പേരൊക്കെ എനിക്ക് പുതുമുഖങ്ങളാണ്. ഇന്നസെന്റ് ഇസ് ദയർ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ ആമിറിന്റെ സെറ്റ്. ആൻഡ് പ്രൊഡക്ഷൻ കമ്പനിക്ക് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്, അതിന് എല്ലാവിധ ഭാവങ്ങളും. ഒരുപാട് സിനിമകൾ ഇവര് ചെയ്യട്ടെ. മാജിക് ഫ്രെയിംസ് പോലത്തെ ഒരു വലിയ ഒരു സ്റ്റുഡിയോ ആയി മാറട്ടെ, ഒരു കമ്പനിയായി മാറട്ടെ. ആൻഡ് അതിൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിംഗ് റോളായിട്ടൊക്കെ എന്നെയൊക്കെ വിളിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ വേറൊരു കാര്യം, 1983 ശേഷം സഞ്ജു ശിവറാമുമായിട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്ന പടമാണ്. സഞ്ജുവായിട്ട് ആകെ ഒരു പടം ചെയ്തിട്ടുള്ളത് 1983 ആയിരുന്നു. അതിനുശേഷം പിന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ രാജേഷൊക്കെ നമ്മൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അതേ ഉള്ളല്ലേ, അത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും പല ആൾക്കാരായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നു, 2ാമത്തെ പ്രാവശ്യം അഭിനയിക്കാൻ പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. അപ്പൊ ആകാശ് വെള്ളത്തൂവലിനെ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. സൈജു ആൻഡ് മമത, വി ആർ സോ എക്സൈറ്റഡ് നിങ്ങളെ രണ്ടുപേരെയും പ്രേം പാറ്റയിൽ കാണാൻ. അത് മാത്രമല്ല, ഈ 20 years അവര് ഈ ഒരു വർഷം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൽ നിന്നും ഒരു ചെറിയ ഒരു സെലിബ്രേഷൻ നമുക്ക് ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വി വാണ്ട് ടു സെലിബ്രേറ്റ് യുവർ 20 years ഹിയർ. വി ഹാവ് എ കേക്ക് ഹിയർ ദാറ്റ് വി വാണ്ട് യു ടു കട്ട്. അത് സാറില്ല, അത് നമ്മൾ ഊഹിച്ചു. അതൊക്കെ നവംബർ അല്ലേ? 2 ദിവസം. സിദ്ധിക്കാട്ടൻ വന്ന്, സിദ്ധിക്കാട്ടന്റെ പിറന്നാൾ കഴിഞ്ഞത് കൂടെയല്ലേ, നമുക്ക് അതും കൂടെ ഒന്ന് ആലോചിച്ച്. ഹാപ്പി ബർത്ത്ഡേ സിദ്ധിക്കാട്ട, ബിലീറഡ് ഹാപ്പി ബർത്ത്ഡേ. നാളെയാണോ? ഇന്നലെ. അതും വേറൊരു രാജ്യത്ത് ഇന്നല്ലേ. ഓക്കെ, സിദ്ധിക്കാട്ടൻ നടുക്ക് നിന്ന് അവരപ്പുറത്തും ഇപ്പുറത്തും നിൽക്കട്ടെ. അപ്പൊ there we go. സിദ്ധിക്കാട്ടൻ 40 വർഷവും മമതയും സൈജുവും 20 വർഷവും ആഘോഷിക്കുന്ന ഒരു വേളയാണ്. അപ്പോൾ let's congratulate these wonderful actors of Malayalam cinema, ladies and gentlemen. Studio outsiders അവതരിപ്പിക്കുന്ന പ്രേം പാറ്റ എന്ന വേദിയിൽ ഈ മലയാള സിനിമയുടെ absolutely spectacular actors ആഘോഷിക്കുന്നു the wonderful journey they've had in the amazing industry of Malayalam movies.
താങ്ക് യു സോ മച്ച്. കേക്ക് മാറ്റിക്കോ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സിനിമകൾ സംഭവിക്കുന്ന, സിനിമകൾ ആഘോഷിക്കപ്പെടുന്ന ഇത്തരം സായാഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തരുന്നതാണ്. അത് പ്രിയപ്പെട്ടവരുടേതാവുമ്പോൾ അതിനൊരു സന്തോഷം കൂടുതലുണ്ട്. ഈ ടീമിന് ഏറ്റവും അടുപ്പമുള്ളത് ലിജീഷ് ഏട്ടനുമായിട്ടാണ്. എനിക്ക് ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും ഏട്ടാ എന്ന് വിളിച്ച് ഓടിച്ചെല്ലാവുന്ന ഒരിടമാണ് ലിജീഷ് ഏട്ടൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനായാസമായിട്ടുള്ള എഴുത്ത് പോലെ, ഗംഭീരമായിട്ടുള്ള വാക്ചാതുര്യം പോലെ, സന്തോഷത്തോടെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള അധ്യാപക ജോലി പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ എഴുത്തുകാരൻ്റെ മുഖം കൂടെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അമീർ, ഏറ്റവും സങ്കീർണമായിട്ടുള്ള 2 ചുമതലകളാണ് ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം സിനിമയോടുള്ള സ്നേഹത്തോടെ അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത്. ആ 2 ജോലികളും ഏറ്റവും മികവുറ്റ രീതിയിൽ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിനും സാധിക്കട്ടെ. അതേപോലെ തന്നെ സിനിമ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിനും എല്ലാ കൃത്യമായ ആശംസകളും അറിയിക്കുകയാണ്. ഒരുപാട് കാസ്റ്റിനെ കാണാൻ സാധിച്ചു. ഒരു വലിയ പ്രതീക്ഷയോടെ എത്തിയിട്ടുള്ള പുതിയ തലമുറയും അവരെ ഏറ്റവും സ്നേഹത്തോടെ നയിച്ച് മുമ്പിൽ സിദ്ദിഖെ പോലെയുള്ള ഒരു ടീമും ഉള്ളപ്പോൾ ഒരു വലിയ ആഘോഷം തന്നെ ആയിരിക്കും ഈ ഒരു സിനിമ എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ലൊക്കേഷനിലും വെളുത്തിരിയിലും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു ആഘോഷമാണ് ഇന്നിവിടെ കാണാൻ സാധിച്ചത് സ്റ്റേജിൽ കുറച്ചു നേരം മുമ്പ്. അപ്പോൾ ഈ ഒരു വലിയ ടീമിന് കൃത്യമായിട്ടുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഇതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതിൻ്റെ ഒരു ആഘോഷം, വിജയാഘോഷത്തിന് വേണ്ടി ഒത്തുചേരാൻ സാധിക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. രാജേഷ് ആൻഡ് സഞ്ജു, പ്രേം പാച്ച എന്ന ഈ സിനിമയിലേക്ക് സ്വാഗതം. വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളത്. പക്ഷേ ഇത് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ തുടക്കമാണ്. ആദ്യത്തെ സിനിമയാണ്. ആമർ ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസറായി വരുന്നത്. ഒരു പുതിയ എഴുത്തുകാരനാണ് ലിജീഷ്. അപ്പം അങ്ങനെ പുതുമയാർന്ന ഒരു സിനിമയാണോ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് പ്രേം പാച്ചയെ കുറിച്ച് ഞങ്ങളോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും പുതുമയുള്ള സിനിമയായിരിക്കും. മുൻപത്തെ 2 സിനിമകളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ശ്രമങ്ങളാണ് അമീറിൻ്റെ. അമീറിനെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അമീറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നാട്ടുകാരനാണ്. അപ്പോൾ ഇതുവരെ പല സ്ഥലങ്ങളിൽ നിന്നിട്ട് ഞങ്ങളിങ്ങനെ വേറെ സിനിമകളിൽ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് അമീറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ലിജീഷിനെ കുറച്ച് കാലമായിട്ടുള്ള ഞാൻ പരിചയപ്പെട്ടിട്ട് ഭയങ്കര നന്നായിട്ട് എഴുതുന്ന പോലെ, നന്നായിട്ട് സംസാരിക്കുന്ന, നന്നായിട്ട് കഥ പറഞ്ഞു തരുന്ന ആളാണ് ലിജീഷ്. അങ്ങനെ നന്നായിട്ട് പറഞ്ഞു കേട്ടൊരു കഥയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമയെ, ഞാൻ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സിനിമ, പിന്നെ കഥ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് സാധാരണ ഇങ്ങനെയുള്ള ഫംഗ്ഷനിൽ പോവാറുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ ദിവസത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും ഈ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. രാജേഷിനെ മറ്റൊരു കഥാപാത്രമായി ഈ സിനിമയിൽ ഞങ്ങൾ കാണാൻ പോവാണ്. രാജേഷിനെ അഭിനയം വളരെയധികം മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. അത് ഏത് വന്നാലും സംഭവം ആരൊക്കെ ആ സിനിമയിൽ ഉണ്ടെങ്കിലും രാജേഷിന്റെ ക്യാരക്ടേഴ്സ് നമ്മളായിട്ട് കണക്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഇസ് എ ഗിഫ്റ്റ് ദാറ്റ് യു ഹാവ് ആൻഡ് വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ഇൻ ദിസ് ആസ് വെൽ. അതുപോലെ തന്നെ സഞ്ജു, yet another wonderful film, പ്രേം പാച്ച. എന്ത് തോന്നുന്നു ഇപ്പൊ ലിജീഷിന്റെ അവതരണത്തിനെ കുറിച്ചും ആമിറിന്റെ സിനിമാ സംവിധാനത്തിനെ കുറിച്ചും ഒക്കെ അറിയാം. സോ ഇവർ 2 പേരും കൂടെ ഒരുമിച്ച് പുതുതായി മലയാളികൾക്ക് സമർപ്പിക്കുകയാണ് ഈ സിനിമ. സോ സഞ്ജുവിന് എന്താണ് തോന്നിയത് ഈ ഒരു സിനിമയെ കുറിച്ചും ഈ കമ്പനിയെ കുറിച്ചും? ലിജീഷിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. അങ്ങനെ അതിപ്പോൾ ഇവിടെ പറഞ്ഞു തീർക്കാനും പറ്റില്ല. കാരണം ഒരു 10-12 വർഷം മുമ്പുള്ള പരിചയമാണ്. അപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പലരും കൂടുകൂടാൻ പുറത്തു നിന്ന് ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ അവർക്കറിയാം ലിജീഷിനെ പറ്റി എന്തോരം പറയാനുണ്ട്. കാരണം ലിജീഷിനോട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ, മമത പറഞ്ഞ പോലെ നോ പറയാൻ പറ്റില്ല. വല്ലാത്തൊരു ട്രാപ്പാണ് ലിജീഷ് നമ്മളോട് വളരെ സ്നേഹത്തിൽ, വളരെ ലിജീഷ് കഥ പറയുമ്പോഴാണെങ്കിലും മമതയെ വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ലിജീഷ് എന്നോട് പറഞ്ഞു, അങ്ങനെ മമത ചിലപ്പോൾ ശരിയാവുണ്ടാവില്ല, വരില്ലായിരിക്കും, ഞാൻ വെറുതെ കഥ പറയാല്ലേ. അപ്പൊ അങ്ങനെ വെറുതെ വിളിച്ച് കഥ പറഞ്ഞു, അതിൽ വീണു. അതെ, പക്ഷെ എന്നും കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്തായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ സൗഹൃദം എന്ന് പറയുമ്പോൾ നമുക്ക് വഴക്കിടാൻ പറ്റണം, നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റണം. അങ്ങനെ അളവില്ലാത്തത്രയും വഴക്കിടാൻ പറ്റിയിട്ടുള്ള ഒരു സുഹൃത്താണ് ഞാൻ ലിജീഷുമായിട്ട്. കാരണം ഭയങ്കര രസമാണ് രസമല്ല, സോറി, അത്
ലിജീഷോട് പക്ഷെ നമുക്ക് നേരിട്ടൊന്നും പറയാൻ പറ്റില്ല, ഫോണിൽ കൂടി നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ഞങ്ങൾ കുറേ കാലം കാണാതിരുന്നു. ലിജീഷിനെ കാണുന്നില്ല, ഞങ്ങൾ കാണില്ല, പക്ഷേ ഉള്ളിൽ എന്നാലും നമുക്ക് ഭയങ്കര എന്നും സ്നേഹവും ഇടയ്ക്കിടയ്ക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ ലിജീഷിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ അറിയുകയും ചെയ്യും. അതിനിടയിൽ ലിജീഷ് വളരെ നല്ല രീതിയിൽ വളരുകയും അതിൽ ഒത്തിരി ആശ്വാസവും ഒത്തിരി സന്തോഷവും തന്നിട്ടുണ്ട്. കാരണം ലിജീഷ് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്, നല്ലൊരു അധ്യാപകനാണ്, നല്ലൊരു സുഹൃത്താണ്, എന്നും നമ്മുടെ കൂടെയുള്ള. അതായത് നമുക്ക് വലിയ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്താണ്. പക്ഷെ എന്നാൽ അതത്ര എളുപ്പമല്ല. കാരണം ലിജീഷിനെ നമുക്ക് ഫോണിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു യജ്ഞമാണ്. ഉറക്കെ ചിരിച്ചത് അദ്ദേഹത്തിന്റെ മകനാണ്, മഞ്ജു പുറയിലൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പോൾ ലിജീഷിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മഞ്ജുവിനെ വിളിച്ച് പരാതി പറയും. അപ്പോൾ മഞ്ജു പറയുന്നത് +1 മുതൽ ഞാൻ പറയുന്ന പരാതിയാണിത്, എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ലിജീഷിനെ പിടിയാൽ അതെനിക്ക് അമീറിനോട് എനിക്ക് അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതെനിക്ക് അമീറിൽ നിന്ന് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എങ്ങനെ ഇത്ര പെട്ടെന്ന് ലിജീഷിനെ കൊണ്ട് ഇത് സാധിപ്പിച്ചെടുത്തു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അമീറിനെ ഞങ്ങൾ പരിചയപ്പെടുമ്പോൾ ഞങ്ങൾ ഒരു 7-8 മാസം മുമ്പാണ് നമ്മളൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഞങ്ങളൊരു ക്രിക്കറ്റ് മാച്ച് കളിക്കാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ലിജീഷിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അവരോട് 4 വർത്താനം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും പറയണമെന്ന് അമീർ പറഞ്ഞു. അന്നും ഇതിനെ പറ്റിയിട്ടൊന്നും ഇവിടം വരെ എത്തിയിട്ടില്ല. അതിനുശേഷം എനിക്കൊന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസം ഒക്കെയാണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് ലിജീഷിനെ കൊണ്ട് ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെ ഇത് സാധിച്ചെടുത്തു എന്നുള്ളത് അത് ഞാൻ പിന്നീട് അമീറിനോട് ചോദിച്ചപ്പോൾ അമീർ പറഞ്ഞു, ഞാൻ രാവിലെ പോയി ലിജീഷെ വിളിച്ചിറക്കും. 10 വട്ടം വിളിച്ചാലും 12 വട്ടം വിളിച്ചാലും ലിജീഷ് എടുക്കില്ലായിരിക്കും. പക്ഷേ മറ്റൊരു കോളും അതിൽ വരാത്ത അത്രയും നേരം ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത്രയും നേരം ബിസി ആകുമ്പോൾ ലിജീഷ് അവസാനം ഫോൺ എടുക്കും. അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ പിടിയാലെ ലിജീഷിനെ കൊണ്ടുവന്ന് ഈ ഒരു ഇതിലേക്ക് എത്തിക്കുകയും ലിജീഷ് വളരെ മനോഹരമായിട്ട് എഴുതുകയും വളരെ മനോഹരമായിട്ട് കഥ പറയുകയും അറിയാത്ത കാര്യങ്ങളെ പറ്റി വലിയ ക്ലാസ്സുകൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അല്ല, അത് അദ്ദേഹത്തിന്റെ ഭാവനയെ അങ്ങനെ നമുക്ക് എടുക്കാം. കാരണം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാര്യത്തെപ്പറ്റി ഇത്ര രസകരമായിട്ട് വർണ്ണിക്കുന്ന എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ചില കുറിപ്പുകൾ കാണുമ്പോൾ ഒരു നിസ്സാര കാര്യത്തെപ്പറ്റി ലിജീഷ് ചെക്കോസ്ലോവാക്യയിൽ തുടങ്ങും. ഇവിടെ മാറാതെ നടന്ന സംഭവമായിരിക്കും, പക്ഷെ അതിനെപ്പറ്റി ഇതൊക്കെ ഇയാൾ എങ്ങനെ കണ്ടുപിടിച്ചെടുത്തു എന്നുള്ളത് നമ്മൾ അതിശയിച്ചു. അങ്ങനെ വളരെയധികം കഴിവുകളുള്ള ഒരു ഞങ്ങൾക്കും കേൾക്കണം. അധിക ഉദാഹരണങ്ങളും ഫ്രഞ്ച് സാഹിത്യകാരൻ അല്ലെങ്കിൽ ചിന്തകൻ പ്ലിഹാനോഫ്. അവിടെയാണ് തുടങ്ങുക. അമ്മേ ഇന്നത്തെ മീനിന്റെ വില എന്താന്ന് ചോദിക്കുമ്പോഴായിരിക്കും പറയുന്നത്. പക്ഷെ എന്നിട്ട് ഇത് കുടുകൂടാതിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകനാണ് കേട്ടോ, അവനത് ഇത്രയും നന്നായിട്ട് അറിയാത്ത. അപ്പൊ അങ്ങനെ ലിജീഷിനൊപ്പം ഈ ഒരു സിനിമയിൽ ഭാഗമാവാൻ സാധിച്ചതിന് എനിക്ക് ഒത്തിരി സന്തോഷം. അതേപോലെ ഇതിൽ മദനേട്ടൻ ഇതിന്റെ പ്രൊഡ്യൂസറായിട്ട് വരുന്നു. ആമിറിന്റെ എക്സ്ട്രാ അല്ലെങ്കിൽ ബാക്ക് ബോൺ ആയിട്ട് വരുന്നു. ആൻഡ് ലിജീഷ് ആയിരിക്കും ആ ഒരു എക്സ്ട്രാ, ഹി ഹാസ് എൻ എക്സ്ട്രാ ബോൺ, ആൻഡ് അത് ലിജീഷ് കുമാർ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ളൊരു കഥാപാത്രമാണ്. കഴിഞ്ഞ 2 വെബ് സീരീസുകളിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം എനിക്ക് ഇതിൽ നിന്ന് കിട്ടി. അതിനോടൊപ്പം തന്നെ സിദ്ദിഖയോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നു. സിദ്ദിഖയോടൊപ്പം എനിക്കൊന്ന് അച്ചായൻസ് എന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പൊതുവെ കേട്ടിട്ടുള്ള ഭയങ്കര ഗൗരവക്കാരനായിട്ട് ഒരാളാണെന്നാണ്. അപ്പം അന്ന് അതീവ ഗൗരവം, പറഞ്ഞതിലും അപ്പുറം ഗൗരവത്തോടുകൂടി നിൽക്കുന്ന സിദ്ദിഖാണ് കണ്ടത്. ഭയങ്കര ടെറർ മൂഡിലാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തെ. പക്ഷേ അദ്ദേഹം ആദ്യം സംസാരിക്കുന്നില്ല, വളരെ അപ്സെറ്റാണ്, എന്തോ കാര്യത്തിൽ വളരെ ടെൻഷനാണ്. പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലായ ഒരു ആക്ടർ ഇത്രയും വർഷം, ഇപ്പം 40 വർഷം എന്ന് പറയുന്നു, അത് ചിലപ്പോൾ അന്നൊരു 34 വർഷമായിരിക്കും. ഈ 34 വർഷം കഴിഞ്ഞ നടൻ ആ ദിവസത്തെ ഒരു സീനിന് വേണ്ടിയിട്ട് അദ്ദേഹം എത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നു, അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹം അങ്ങനെ പോകുന്നത് കണ്ട് എനിക്ക് അതിശയം തോന്നിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വർത്തമാനം എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ പറ്റി, ഒരുപാട് നേരം ഒരുമിച്ച് ചെലവഴിക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളുണ്ട് സിനിമയിൽ. സൈജു വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ 1980 അവസാനം ഒരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചുള്ളൂ. അതിന് മുമ്പ് തൊട്ടുള്ള ഒരു വളരെ നല്ല സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും ഉണ്ടാകാറുണ്ട്. ആൻഡ് സൈജു വളരെ നല്ലൊരു സുഹൃത്തുമാണ്, നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്താണ്. ആൻഡ് അതുപോലെ ഒരുപാട് പുതിയ ആൾക്കാർ, ജോമോൻ വെരി ടാലൻറ്റഡ്, പിന്നെ സാഫിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചു. ആൻഡ് ഇന്നസെൻറ്റ് ജൂനിയർ, അങ്ങനെ ശരത്, അങ്ങനെ ഒരുപാട് പേര്, ടെസ്, എല്ലാവരും ഒരുപാട് പേരുണ്ട് ഇവിടെ. ഷുക്കൂർ വക്കീലുണ്ട്, മാഷുണ്ട്, എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ.
നമുക്കറിയാവുന്നത്. എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഇതൊരു ഗംഭീര വിജയമാവട്ടെ. 100ാം ദിവസവും ഇതുപോലത്തെ ഒരു വലിയൊരു ഇതിലും വലിയൊരു ഫലകം ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് അമീർ ആൻഡ് രജീഷ്. താങ്ക് യു സോ മച്ച്. എന്നും കൂടെ നിന്നിട്ടുള്ള ഒരു സുഹൃത്താണ്. ഇന്നും എനിക്ക് എപ്പോഴും വിളിക്കാൻ പറ്റുന്ന സുഹൃത്തും സഹോദരനും ഒക്കെയാണ്. എപ്പോഴും വിളിക്കാൻ പറ്റും, പക്ഷെ ഫോൺ എടുക്കാത്ത സുഹൃത്ത്. അതാണ് സൗഹൃദം. എല്ലാം അത്ര പെട്ടെന്ന് നടന്നാൽ ശരിയാവില്ലല്ലോ. അത് മാത്രമല്ല, നമുക്ക് വിളിച്ച് ചീത്ത വിളിക്കാനും പറ്റും. അപ്പോഴും ഇടയ്ക്ക് പറയും, ഇപ്പൊ കുറച്ച് ആൾക്കാരുണ്ട് കൂടെ, പിന്നെ വിളിക്കാം. താങ്ക് യു സോ മച്ച്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് അമേ. വലിയ നന്ദി പിന്നെ സഞ്ജു ബ്രോ. കാരണം ആകെ 3-4 ദിവസമാണ് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും നമ്മുടെ കുടുംബത്തിൽ സംബന്ധിക്കാനൊക്കെ നമുക്ക് ചിലപ്പോൾ സിനിമാക്കാർക്ക് പറ്റുക. അപ്പോൾ എനിക്ക് തോന്നുന്നു മിനിയാന്നാണ് കൊൽക്കത്തയിലേക്ക് പോയത് വിത്ത് ഫാമിലി. അവിടെ നിന്ന് വിളിച്ചു വന്നാണ് ഇന്ന് രാത്രി തിരിച്ച് അല്ലേ, നാളെ രാവിലെ പോലെ ഇന്ന് പുലർച്ചെ വീണ്ടും തിരിച്ച് കൊൽക്കത്തയിലേക്ക് തന്നെ പോകും. അപ്പോൾ ഈ പ്രേം പാറ്റിയുടെ കൂടെ അത്രയും മീൻസ് ചെറിയൊരു എഫേർട്ട് അല്ലല്ലോ. കാരണം പോവാ ഒന്നാമത് നേരിട്ട് ഫ്ലൈറ്റ് കൊൽക്കത്തയിൽ നിന്ന് ഇല്ല, ചെയ്തിട്ടൊക്കെ വരണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക്സ് സഞ്ജു.